നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളെ വളർത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ലിഖിതമായ ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നത് അങ്ങ് തന്നെയാണ് എന്ന് ഞങ്ങൾക്കറിയാം. എഴുതപ്പെട്ട ദൈവവചനത്തെക്കുറിച്ച് പരിശുദ്ധ സഭയിൽ നിന്ന് ഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനം അങ്ങ് തന്നെയാണ് എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങാകുന്ന വചനത്തെ പരിശുദ്ധ സഭയിൽ ഞങ്ങൾ അനുഭവിക്കുകയും വിശുദ്ധ ലിഖിതങ്ങളിൽ ഞങ്ങൾ വായിച്ചറിയുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങയെ അനുഭവിക്കുകയും അങ്ങയെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന പരിശുദ്ധ സഭയെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുസഭയ്ക്ക് ദാനമായി നൽകിയിരിക്കുന്ന ലിഖിത രൂപത്തിലുള്ള വചനത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അല്ലേ ഈശോയെ, വിശുദ്ധ ഗ്രന്ഥം അത് ഞങ്ങൾക്കായി രചിക്കപ്പെട്ടതാണെങ്കിൽ പോലും അതിൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയാത്ത ദുർഗ്രഹമെന്ന് ഞങ്ങൾ കരുതുന്ന ധാരാളം ഭാഗങ്ങളുണ്ട്. അവയെ മനസ്സിലാക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഴങ്ങൾ അറിയാനും അതിൻ്റെ രചനാ രീതി അറിയാനും അങ്ങനെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കട്ടെ. ഓ പരിശുദ്ധ റൂഹായെ, അവിടുന്ന് തന്നെയാണല്ലോ വചനം ആകുന്ന മിശിഹായെ ഞങ്ങൾക്ക് നൽകുന്നതും മിശിഹായുടെ വചനത്തെ ലിഖിത രൂപത്തിലാക്കുന്നതും. നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവിക രഹസ്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നമ്മുടെ ദൈവവർബും പഠന പരമ്പരയുടെ ഏതാണ്ട് അവസാന ഘട്ടങ്ങളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അതൊരു വലിയ പഠനമാണ് എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും നമുക്ക് കഴിയുന്നത് പോലെ നമ്മളത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ടെക്സ്റ്റുകളെ വ്യാഖ്യാനിക്കാൻ നടത്തുന്ന ശ്രമമാണ്. മുഴുവനും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമ്മളെടുത്ത്, അല്ലെങ്കിൽ അഗ്രാഹ്യമെന്ന് കരുതുന്ന ഭാഗങ്ങൾ പെറുക്കിയെടുത്ത് വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്തത് നിങ്ങളുടെ ചോദ്യങ്ങൾ ശേഖരിക്കുകയായിരുന്നു. ഈ ഒരു ദിവസം തന്നെ ഒത്തിരി ചോദ്യങ്ങൾ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സോബിൻ അയച്ചു തന്നിട്ടുണ്ട്. നിറയെ ചോദ്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ നമ്മളോട് ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ടെക്സ്റ്റുകളാണ് സംസാര വിഷയമാക്കുന്നത്. അതായത് ഈശോ അല്ലെങ്കിൽ വിശുദ്ധത്തിൽ എഴുതിയിരിക്കുന്ന ഈ ഭാഗത്തിന്റെ അർത്ഥം എന്താണ് എന്നതാണ് സംസാര വിഷയമാക്കുന്നത്. നിങ്ങൾ എന്ന ചോദ്യങ്ങൾക്കകത്ത് ചിലതൊക്കെ സത്യവിശ്വാസത്തിന്റെ മറ്റ് പ്രബോധനങ്ങളുമായിട്ട്, നീതിവിധി അങ്ങനത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതുണ്ട്. പലതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അത് തൽക്കാലം ഞാൻ അത് അവസാനത്തെ ഭാഗത്തിലേക്ക് വല്ല മാറ്റിവെക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചില ടെക്സ്റ്റുകൾ, ഏതാനും ചില ടെക്സ്റ്റുകൾ എടുത്തിട്ട് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പം അതിനുശേഷം, അതായത് അതുകൊണ്ട് തന്നെ ഇതൊരു ചോദ്യോത്തര സെഷൻ രണ്ടാമത് വരുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ ചോദ്യങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസ് ആണ് ആദ്യം നടക്കുന്നത്. അത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിഞ്ഞ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യാറുള്ളത് ഒരു ക്ലാസ്, അതിൻ്റെ അവസാനം ചോദ്യോത്തരങ്ങളാണല്ലോ. ഇതും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇനിയിപ്പോഴും ഈ ദിവസങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ അങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ട്, ക്ലാസ് ഒന്നുമില്ല, ചോദ്യോത്തരം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ അസാന്നിധ്യം നമുക്കറിയാം. നമ്മൾ ക്ലാസ് ആണ് എടുക്കുന്നത്. ആദ്യത്തെ 1 മണിക്കൂർ സമയം നമ്മൾ നിങ്ങൾ അയച്ചു തന്ന ചോദ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടും അതിൽ ചില പ്രസക്തമായ കാര്യങ്ങളെ അവലംബമാക്കിക്കൊണ്ടുമുള്ള ക്ലാസ് ആണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹാഫ് ആൻ അവർ സമയം, 1/2 മണിക്കൂർ സമയം നമുക്ക് നിങ്ങളുടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അത് അയച്ചു തന്നിരിക്കുന്നതാണെങ്കിൽ അത് സോബിൻ ബ്രദറിന് പറയാം, അല്ലെങ്കിൽ ഞാൻ വായിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ ചെറുതായിട്ട് പറയാനുള്ളതൊക്കെ പറയാം. ഇന്ന് നമ്മൾ ഏതാനും വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങളാണ് വായിക്കാനും അത് വ്യാഖ്യാനിക്കാനും പോകുന്നത്. ആദ്യത്തേത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇത് വളരെ ഒരു എന്താ പറയുക, ആളുകൾ ആശങ്ക ഉണർത്തുന്ന തരത്തിലുള്ള ഒരു പരാമർശവും ഒരു കഥയും ഒക്കെയാണ്. അവിശ്വസ്തനായ ഒരു കാര്യസ്ഥനെ കുറിച്ചാണ്, വിശ്വസ്തനല്ലാത്ത ഒരു കാര്യസ്ഥൻ. നല്ല ആളുകളെ കുറിച്ച് പറയുന്നത് നമുക്ക് സന്തോഷമാണ്. പക്ഷെ ഈശോ അവിശ്വസ്തനായ ഒരു കാര്യസ്ഥനെ കുറിച്ച് പറഞ്ഞു, വിശ്വസിക്കാൻ കൊള്ളാത്തൊരു കാര്യസ്ഥൻ. അവൻ എന്താ ചെയ്യുന്നത്? അവൻ യജമാനന്റെ സ്വത്തൊക്കെ ദൂർത്തടിച്ചതും പോരാ, അത് കഴിഞ്ഞിട്ട് അവന്റെ സ്വത്ത് തന്നെ ദൂർത്തടിക്കുന്നു. യജമാന്റെ കയ്യിൽ നിന്നുള്ളതായിരിക്കും അവന്റെ ശമ്പളമൊക്കെ. ഏതായിരുന്നാലും അവനതൊക്കെ ദൂർത്തടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് യജമാനൻ അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ തന്നോട് കണക്ക് ചോദിക്കുകയാണ്. കണക്ക് ചോദിച്ച സമയത്ത് അവന് മനസ്സിലായി, പിടി വീണു, ഇനി പെട്ടുപോയത് തന്നെ, ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ സാധ്യമൊന്നുമില്ല, എന്തായാലും എന്റെ ജോലി പോകും, ജോലി പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് അവനൊരു സൂത്രപ്പണി ഒപ്പിക്കുകയാണ്.
സൂത്രപ്പണി ഒപ്പിക്കുകയാണ്. സൂത്രപ്പണി ഒപ്പിച്ച് എന്ന് മാത്രമല്ല, ഈ യജമാനെ തന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള സൂത്രപ്പണിയാണ് അവൻ ഒപ്പിക്കുന്നത്. അതായത് യജമാന്റെ സ്വത്ത് തന്നെ കടം വീട്ടുന്നതിന് പകരം പ്രമാണം തിരുത്തി എഴുതിയിട്ടൊക്കെ അവൻ ആളുകളെ സോപ്പിടുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളെ അത്ഭുതപ്പെടുന്നത്. യജമാൻ അവനെ പ്രശംസിക്കുകയാണ്. നീ ഭയങ്കര മിടുക്കനാണ് എന്ന് പറഞ്ഞിട്ട് അവനെ പ്രശംസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ അവിശ്വസ്തനായ കാര്യസ്ഥനെ എങ്ങനെയാണ് ദൈവം പ്രശംസിക്കുക, അല്ലെങ്കിൽ യജമാനൻ പ്രശംസിക്കുന്നത് എന്നൊക്കെ ഈശോ പറയുന്നതിന്റെ ഉള്ളർത്ഥം എന്താണ് എന്നാണ് നമ്മൾ ഇനി ആദ്യത്തെ സമയം നമ്മൾ സംസാരിക്കാൻ പോകുന്നു. നമുക്ക് ആദ്യം ആ ടെക്സ്റ്റ് ശ്രദ്ധാപൂർവ്വം വായിച്ചു കേൾക്കാം. എപ്പോഴും വിശുദ്ധഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതിന് മുൻപ് അതിന്റെ ആ ടെക്സ്റ്റ് അങ്ങനെ തന്നെ വായിച്ചു കേൾക്കുന്നത് എപ്പോഴും ഉചിതമാണല്ലോ. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ധനവാന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. അത് കരുതാണ്, അവന് യജമാനന് പരാതി ലഭിക്കുന്നു. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് അതിനുശേഷം പറഞ്ഞു പോകാം. പരാതി ലഭിച്ചു. യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എന്റെ യജമാൻ എന്ത് കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം, എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. അനന്തരം അവൻ മറ്റൊരുവനോട് പറഞ്ഞു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണം എടുത്ത് 80 കോർ എന്ന് തിരുത്തി എഴുതുക. കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളൂ. അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യങ്ങൾ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? ഇതാണ് ആ വിശുദ്ധഗ്രന്ഥ ഭാഗം. നമ്മളെ ഒത്തിരി ആശങ്കപ്പെടുത്തുന്ന ചില വാചകങ്ങളുണ്ട്. അതിങ്ങനെയാണ്, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളൂ. അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളൂ. പക്ഷേ കത്തോലിക്ക സഭയിൽ ഒരു സ്ഥലത്തും ആരും അധാർമിക സമ്പത്ത് ആർജിക്കാനോ അത് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ നേടാനോ പറയില്ലെന്ന് മാത്രമല്ല, അധാർമിക സമ്പത്ത് കൊണ്ട് ഒരു പള്ളി പോലും പണിയാൻ ആരും, നാട്ടുകാർ പോലും സമ്മതിക്കുകയില്ല. അല്ല, ശരിയല്ലേ? അധാർമിക സമ്പത്ത് ആരെങ്കിലും സ്പോൺസർ ചെയ്യാം, അത് വെച്ചൊരു പള്ളി പണിയാന്ന് പറഞ്ഞാൽ ആൾക്കാരും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ പള്ളി അങ്ങനെ വല്ല കള്ളപ്പണം കൊണ്ടും കള്ളക്കടത്ത് നടത്തി കാശ് കൊണ്ടും നടത്തണ്ട എന്ന് ആരായാലും പറയും. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുകയും ചെയ്യും. പിന്നെ എന്താണ് ഈശോ ഈ പറയുന്നതിന്റെ അർത്ഥം? ഒന്നാമത്തെ കാര്യം, ഈശോ ചില കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഒരു കഥ പറയുന്നത്. അതായത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചില കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ ഉള്ളിൽ വെച്ചുകൊണ്ട്, അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഫരിസേയർ തങ്ങളെക്കുറിച്ചാണ് അവനെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവനെ കൊല്ലാൻ പുറപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ഈശോ ചിലത് ഉള്ളിൽ വെക്കുന്നുണ്ട്. ആ ഉള്ളിൽ വെക്കുന്ന സന്ദേശമാണ് ആ കഥയുടെ കേന്ദ്രം. അപ്പോൾ ഒരു ഉപമയുടെ പ്രത്യേകത, ഉപമയ്ക്ക് ഒരു കേന്ദ്ര ഉദ്ദേശം ഉണ്ടാകും, ബാക്കിയൊക്കെ കഥയുടെ പെരിഫറീസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കഥ കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു കഥ, അതിനൊരു സെൻട്രൽ തീം, ആ സെൻട്രൽ തീമാണ് ശരിക്കും നേരിട്ട് കർത്താവ് സംസാരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അതിനോട് കൂടിച്ചേർന്ന് പോകുന്നതൊക്കെ കൂടിച്ചേർന്ന കഥകളൊക്കെയാണ്. എന്താണ് ഇവിടുത്തെ പരാമർശ വിഷയം എന്നതാണ് ചോദ്യം. അത് അതിന്റെ ആമുഖത്തിൽ തന്നെ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ധനവാൻ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അപ്പൊ അവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്, ശിഷ്യഗണത്തോടാണ് പറയുന്നത്. ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ധനവാൻ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. ധനവാന് കാര്യസ്ഥനുണ്ടായിരുന്നു. ഇപ്പൊ ധനവാൻ, യജമാനൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവമായിരിക്കുന്ന യജമാനെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. അപ്പൊ അവനൊരു കാര്യസ്ഥനുണ്ടായിരുന്നു. ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു എന്ന് പറയുന്നുള്ളൂ. കാര്യസ്ഥന്റെ പേരൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഇന്ന പേരുള്ള ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു എന്നൊന്നും അല്ല പറയുന്നത്. ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. ഇങ്ങനത്തെ പരാമർശങ്ങൾ സുവിശേഷത്തിൽ, വിശുദ്ധത്തിൽ പൊതുവെ സുവിശേഷത്തിലൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ഈ അനോണിമസ് ആയിട്ട് ഒരുവൻ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ലോത്തിന്റെ ഭാര്യ, മറ്റേ ലോത്തിന് പേരുണ്ട്, ലോത്തിന്റെ ഭാര്യയ്ക്ക് പേരില്ല, പാവം ലോത്തിന്റെ ഭാര്യ, അവർക്ക് എന്താ പേരില്ലാണ്ടായി പോയെന്ന് നമ്മൾ വിചാരിക്കും. അതുപോലെ ഒരയൽക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുവൻ ഉണ്ടായിരുന്നു, ഒരു ധനവാൻ വന്ന് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ആവശ്യമില്ലാണ്ട് ചില ആളുകളുടെ പേരുകൾ എടുത്ത് പറയുകയും ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുവൻ എന്നൊക്കെ ഈശോ പറയും? അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം, ആ ഒരുവൻ കേട്ടിരിക്കുന്ന നീയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരുവൻ കേട്ടിരിക്കുന്ന നീയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഈശോ ഇപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആളുകളോട് പറയില്ലേ, ചിലരൊക്കെ ഇവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കത് മനസ്സിലാവും.
നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയില്ലേ, ഓ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ചിലരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ മുമ്പിൽ ഒരാൾ ഇരിക്കുമ്പോൾ അയാളായിരിക്കും നമ്മൾ പറയാം, അപ്പൊ ആൾക്കത് മനസ്സിലാവും. അങ്ങനെ പറയൊന്നും വേണ്ട എന്ന് നമുക്ക് മറുപടിയും പറയില്ലേ. എന്നതുപോലെ ഈശോ പറയുകയാണ്, ഒരു ധനവാന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. ആ ഒരു ധനവാൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, ഒരു ധനവാന് ഉണ്ടായിരുന്ന കാര്യസ്ഥൻ എന്നത് അത് നീയാണ് എന്നാണ് അർത്ഥം. എന്നോടാണെങ്കിൽ ഞാൻ, നിങ്ങളോടാണെങ്കിൽ നിങ്ങൾ, നമ്മളാണ് ഈ കാര്യസ്ഥൻ. അപ്പൊ ഇനി അടുത്ത ചോദ്യം, എന്ത് കാര്യസ്ഥനാണിത്? ഇവൻ തന്റെ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. പരാതിയാണ് കിട്ടുന്നത്. യജമാനൻ നേരിട്ട് കാണുന്നു എന്നല്ല പറയുന്നത്, യജമാനന് പരാതി ലഭിച്ചു. ഇവൻ തന്റെ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് പരാതി ലഭിച്ചു. രണ്ട് കാര്യങ്ങൾ. എന്താണ് ഈ പറയുന്ന സ്വത്ത്? സ്വത്ത് സത്യത്തിൽ രണ്ട് സ്ഥലത്തും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഈ കഥയുടെ ആരംഭത്തിൽ പറയുന്ന സ്വത്ത് അല്ല, ഈ കഥയുടെ അവസാനത്തിൽ പറയുന്ന സ്വത്ത്. രണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് മാത്രം. ഈ കഥയുടെ ആദ്യത്തിൽ പറയുന്ന സ്വത്ത് അവന്റെ ലൈഫാണ്. യജമാനനാകുന്ന ദൈവം അവന് നൽകിയ ജീവിതമാണ് അവന്റെ സ്വത്ത്. അവനത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. പരാതി ലഭിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? പരാതി ലഭിക്കുന്നത്, ഒരാൾ വിഷമം ഉണ്ടാകുമ്പോഴല്ലേ അയാൾ പരാതി കൊടുക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കൊരു ഛേദമില്ലാത്തൊരു കാര്യത്തിന്റെ പേര് നമ്മൾ ആരെങ്കിലും പരാതി കൊടുക്കാൻ സാധാരണ പോകും? നമ്മൾ ഒരു വിധത്തിൽ അഫക്ട് ചെയ്യുന്നില്ലാത്തൊരു കാര്യത്തിന് നമ്മൾ ആരെങ്കിലും പരാതി കൊടുക്കാൻ പോകും? ഉറപ്പായിട്ടുമില്ല. ഉദാഹരണത്തിന് ഒരാൾ അവിടെ ഉപവാസം എടുത്ത് പട്ടിണി കിടക്കുമെന്ന് വിചാരിച്ചു. അയാൾ കഴിക്കേണ്ട സ്വയം തീരുമാനിച്ചിരിക്കും. നാട്ടുകാരും പോയി പരാതി കൊടുക്കും, ആരും ചെയ്യുന്നില്ല. അതേസമയം വേറൊരാളുടെ ഭക്ഷണം അയാൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ പരാതി കൊടുക്കും. അപ്പം നോക്കുക, പരാതി ഉണ്ടാകുന്നത് എപ്പോഴും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ്. ഒരുവൻ തന്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരുവൻ തന്റെ ജീവിതം കൊണ്ട്, തന്റെ പെരുമാറ്റം കൊണ്ട് മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അധാർമികമായതും തിന്മയായതും ചെയ്യുന്നു എന്നാണ് അതിന്റെ സിമ്പിൾ അർത്ഥം. അപ്പൊ എന്തുണ്ടാവും? ഈ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ അവന്റെ രക്തം ദൈവത്തിന്റെ മുൻപിൽ നിലവിളിക്കും എന്ന് നമ്മൾ വായിച്ചില്ലേ. ഇവന്റെ രക്തം ദൈവത്തിന്റെ മുന്നിൽ നിലവിളിക്കും എന്നതാണ് ഈ പഴയ നിയമത്തിലൂടെ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു അവതരണ ശൈലിയുടെ ഒരു വളരെ സൂചകമായ വാക്ക്. അതിന്റെ അർത്ഥം എന്താണ്? നീ ഒരാളെ ആക്രമിച്ചാൽ അയാളുടെ കണ്ണുനീര്, അയാളുടെ നിലവിളി നിനക്കെതിരെയുള്ള ദൈവത്തിന്റെ മുൻപിലെ പരാതിയായിരിക്കും എന്നാണ്. എന്ന് വെച്ചാൽ ദൈവം തന്നെ അവതരിപ്പിക്കുന്നത് അങ്ങനത്തെ പരാതികൾ ശ്രവിക്കുന്ന ഒരു ന്യായാധിപനായിട്ടാണ്. അങ്ങനെയാണ് ഈ യജമാനൻ ധനവാനാകുന്ന യജമാനൻ ഇവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് പരാതി ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ യജമാനന്റെ കീഴിലുള്ള മറ്റാളുകളുടെ അടുത്തുനിന്ന് യജമാനന് പരാതി ലഭിക്കും. എന്ന് വെച്ചാൽ അവൻ ഈ കാര്യസ്ഥൻ മറ്റുള്ളവരോട് തിന്മ ചെയ്യുന്നു. കാര്യസ്ഥൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? കാരണം അവന്റെ ഉടമസ്ഥതയിലല്ല അവൻ കൈകാര്യം ചെയ്യുന്ന കാര്യം എന്നതാണ് കാര്യസ്ഥൻ എന്ന് വിളിക്കപ്പെടാനുള്ള കാര്യം. എന്താണ് അവന്റെ ഉടമസ്ഥതയിലുള്ളത്? അവന്റെ ഉടമസ്ഥതയിലുള്ളത് അവന്റെ ജീവിതമാണ്. നിന്റെ ജീവിതം ദൈവത്തിൻ്റെതാണ്, അത് ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാലോ. നമ്മൾ ഇതിന്റെ കുത്തക മുതലാളി. ദൈവം നമുക്ക് ഈ പ്രപഞ്ചം ഒരുക്കി തന്ന് നമ്മളെ ഇവിടെ ജീവിക്കാൻ ഏൽപ്പിച്ചേക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. അപ്പം ഈ പ്രപഞ്ചത്തിന്റെയും ജീവിതത്തിന്റെയും ഒന്നും മുതലാളി ഞാനല്ല. പലപ്പോഴും പല ആളുകളും അങ്ങനെ ധരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇത് എന്റെ ജീവിതം, എനിക്കിഷ്ടമുള്ള പോലെ. നിങ്ങൾ ആരാ ചോദിക്കുക? എന്റെ ജീവിതമല്ലേ അത്, എന്റേതല്ലേ എന്നൊക്കെ ആളുകൾ പറയും. നിന്റേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. ഇത് ഇന്നത്തെ കാലത്ത് വളരെ ഭീകരമായ ഒരു സംഭാഷണ ശൈലിയാണ്. ഒത്തിരി ആളുകൾ, ധാരാളം ആളുകൾ ഈ വിധത്തിൽ സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങൾ, നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഈ ചിന്ത ആളുകളുടെ മനസ്സിലേക്ക് കയറ്റിവിടുന്നത്. നിന്റെ ജീവിതമല്ല, നിന്റെ ധാർമ്മികത എന്നത് നിന്റേതാണ് എന്നാണ് കരുതുക. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും, കാരണം എന്റെ ജീവിതമല്ല. എനിക്ക് പല കുഞ്ഞുങ്ങളും ചിലപ്പോൾ വിവാഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മാതാപിതാക്കളോട് പറയുന്നത് ഒത്തിരി നാടകങ്ങളും ചലച്ചിത്രങ്ങളിലും ഒക്കെ ആവർത്തിക്കാറുള്ള കാര്യം അതാണത്. അത് എന്റെ ജീവിതം ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്ന ചോദ്യം. പക്ഷേ ദൈവം പറയുകയാണ്, അങ്ങനെ നിന്റേത് എന്ന് പറയാവുന്ന ഒരു ജീവിതം നിനക്കില്ല. പകരം നീ അതിന്റെ കാര്യസ്ഥൻ മാത്രമാണ്. കാര്യസ്ഥൻ ഉണ്ടാകേണ്ടത് എന്താണ്? വിശ്വസ്തതയാണ്. വിശുദ്ധീകരണത്തിന്റെ തന്നെ വാക്കുകളാണ്, കാര്യസ്ഥന് വിശ്വസ്തത കൂടിയേ കഴിയൂ. കാര്യസ്ഥൻ വിശ്വസ്തനായിരിക്കുക. ആരോട്? തന്നവനോട്. അല്ലാണ്ട് അവനത് ധൂർത്തടിക്കാൻ അധികാരമില്ല, അവൻ അതിന്റെ കുത്തക മുതലാളിയുമല്ല. ഇതാണ് അതിന്റെ ആദ്യത്തെ കാര്യം. എന്നിട്ട് അവൻ ദുർവ്യയം ചെയ്യുന്നു എന്ന് യജമാനന് പരാതി ലഭിച്ചു. പരാതി ലഭിച്ചാൽ യജമാനൻ നടപടിയെടുക്കും. കാരണം അവൻ കാര്യസ്ഥനാണ്, അവൻ ഉടമസ്ഥനല്ല. കാര്യസ്ഥനും ഉടമസ്ഥനും രണ്ട് കാര്യങ്ങളാണല്ലോ. ഇനി അപ്പോൾ യജമാനൻ എന്താ ചെയ്യുന്നത്? അത് കേൾക്കുന്ന യജമാനൻ വെറുതെ ആയിക്കോട്ടെ, എന്തേലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്. ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യന്റെ തിന്മകളെക്കുറിച്ച് ദൈവം അവരെ വാടായി എന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്. ദൈവം അതിനകത്ത് ഇടപെടുന്നുണ്ട്. തിന്മ ചെയ്യുന്നവന്റെ ജീവിതത്തിൽ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അവന്റെ ജീവിതത്തിൽ, ഏത് തരത്തിലായാലും ഉപദ്രവിക്കുന്നവന്റെ ജീവിതത്തിൽ, അവന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും.
യജമാൻ ഇടപെടുക തന്നെ ചെയ്യും. എന്റെ കാര്യമാണ്, എന്റെ കാര്യത്തിൽ ആരും അന്വേഷിക്കേണ്ടത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ദൈവം അതിനകത്ത് ഇടപെടുക തന്നെ ചെയ്യും. അപ്പോൾ യജമാൻ എന്ത് ചെയ്യുന്നു? യജമാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്നെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് എന്താണ്? അടുത്ത ചോദ്യം ഇതാണ്, നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക, മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. എന്താ അതിന്റെ അർത്ഥം? നിന്റെ മരണമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ മരണത്തിന്റെ സമയത്ത് നമ്മളെല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് നമുക്കറിയാലോ. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ കണക്കുകൊണ്ടാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. അതിനകത്തുള്ള നന്മകളുടെ ശേഖരവും തിന്മയുടെ ശേഖരവും കൂടി അളന്നിട്ടാണ് ദൈവം നമുക്ക് നിത്യതയുടെ പ്രതിഫലം തരുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു ആലങ്കാരിക പശ്ചാത്തലത്തിലാണ് നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക എന്ന് പറയുന്നത്. അതിനകത്തെ ഒന്നാമത്തെ കാര്യം എന്താണ്? അത് നമ്മൾ ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെയും കണക്ക് ബോധിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് ആരോടും ഉത്തരവാദിത്വം ഇല്ലാത്തവരല്ല, നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി അങ്ങനെ കണക്ക് ബോധിപ്പിക്കുന്നത് ദൈവം ആവശ്യപ്പെടുന്ന പ്രകാരവുമാണ്. ഇനി ഇവിടുത്തെ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, മരണമാണ് വിഷയം. എന്ന് വെച്ചാൽ നിന്റെ ജീവിതം അവസാനിക്കുന്നു, നിന്റെ കാര്യസ്ഥത അവസാനിക്കുന്നു, നിന്റെ ജീവിതത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ മേലെ നിന്റെ സൂക്ഷിപ്പുകാലം അവസാനിക്കുന്നു. അവസാനിക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നു? നിന്റെ കാര്യസ്ഥത മാറിപ്പോകും. നീ നിന്റെ കണക്ക് എന്നെ ബോധിപ്പിക്കണം, അതിനനുസരിച്ച് നിന്നെ ഞാൻ വിധിക്കും. ഇതാണ് യജമാനൻ അവനോട് പറയുന്നത്. അപ്പോൾ ഈ കാര്യസ്ഥൻ ഇങ്ങനെ ആത്മഗതം ചെയ്തു, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്ത് ചെയ്യും? സിമ്പിളായിട്ട് വാചകം മാറ്റി പറഞ്ഞാൽ, ഞാൻ മരിക്കാറായിരിക്കുന്നതിനാൽ ഞാൻ ഇനി എന്ത് ചെയ്യും? മരണത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും? കാരണം എനിക്ക് ഇനി കഴിഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനൊന്നും പറ്റില്ല, പണ്ടത്തെ കാലത്തേക്ക് പോയിട്ട് തിരിച്ചു വരാനൊന്നും പറ്റില്ല. ഇനി എന്താണ് മാർഗം? ഇനി എന്താണ് മാർഗം? അപ്പൊ ഈശോ ഈ ഉപമ അരുൾ ചെയ്യുന്ന എന്തിനെ കുറിച്ചാണ്? മരണത്തിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുന്ന, നിത്യവിധിയുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന് ഇനി എന്താണ് ബാക്കി എന്നതിനെ കുറിച്ചാണ് ഈശോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് ശകലം ട്വിസ്റ്റ് ഉണ്ടാവും, വേറൊരു കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനി ഇവൻ പറയാണ്, കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. ഇതൊരു സാധാരണ കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണ്. അത്രയും വലിയ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു രാജാവിന്റെ കാര്യസ്ഥനായിരിക്കുന്ന ഒരുവന് പിന്നെ പോയിട്ട് ഭിക്ഷ എടുക്കുന്നത് കണ്ടാൽ അത് മോശമല്ലേ? എന്ന് വെച്ചാൽ ഇവൻ പറയുകയാണ്, ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ച എനിക്ക് അപമാനം താങ്ങാൻ പറ്റില്ല. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഇപ്പൊ ലാസറിന്റെയും ധനവാന്റെയും കഥ എടുത്ത് നോക്കുക. ലാസർ അബ്രഹാത്തിന്റെ മടിയിലിരിക്കുമ്പോൾ ധനവാൻ അപമാനിതനാവുകയാണ്. ഈ അപമാനത്തെക്കുറിച്ചാണ് ഇവൻ പറയുന്നത്. കിളയ്ക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നും കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല എന്നും. എന്ന് വെച്ചാൽ എനിക്കിനി ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ, തിരിച്ചു പോകാനോ ഒന്നിനും എനിക്ക് ശക്തിയുമില്ല, എനിക്ക് അഭിമാനവുമില്ല, ഞാൻ ദുർബലനായിരിക്കുന്നു, ഞാൻ ലജ്ജിതനായിരിക്കുന്നു. ഇതാണ് ഇവൻ പറയുന്ന കാര്യം. എന്നിട്ട് ഇനി ഇവൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇനി ഒന്നും ചെയ്യാനില്ലാത്തൊരു സമയത്ത് ഇനി ഇവൻ എന്താ ചെയ്യുന്നത്? എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവിടെയാണ് അവൻ വളരെ കൊള്ളാവുന്ന ഒരു സൂത്രം ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്യുന്നു? യജമാനന് കടം വാങ്ങിയവർ ഓരോരുത്തരെയായിട്ട് വിളിച്ചു. എന്നിട്ട് ആദ്യത്തോനോട് ചോദിച്ചു, നീ എന്റെ യജമാനത്ത് കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ കൊടുക്കാനുണ്ട്. 100 ബത്ത് എണ്ണ എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല ഒരു ബത്ത് ഏതാണ്ട് 40 ലിറ്റർ കണ്ടാണ്. അത്രയും എണ്ണ, ഏതാണ്ട് 150 കിലോ ഒലിവ് ഓയിൽ ആട്ടുമ്പോൾ കിട്ടണമെന്നൊക്കെയാണ് ഈ ഒരു പരമ്പരാഗതമായ കണക്കൊക്കെ. എന്ന് വെച്ചാൽ അത് നല്ല വിലയുണ്ട്. ഒരു 2 വർഷത്തെ അവന്റെ അധ്വാനത്തിന്റെ തുകയുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെയാണ് ബൈബിൾ പണ്ഡിതരൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത്. 2 വർഷത്തെ. അസമയം മറ്റേ ഗോതമ്പിന്റെ കാര്യത്തിൽ ഒരു 7 വർഷത്തോളം അവന്റെ അധ്വാനത്തിന്റെ തുകയാണ്. എന്ന് വെച്ചാൽ അത്രയും വലിയ തുകയാണ് ഇവൻ കടപ്പെട്ടിരിക്കുന്നത്. അവനോട് പറയാം, ഒരു കാര്യം ചെയ്യാൻ, നിന്റെ പ്രമാണം ഒക്കെ കാര്യസ്ഥന്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. ഇവൻ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യേ, ഈ പ്രമാണം എടുത്തിട്ട് അതിനെ 50 ബത്ത് തിരുത്തി എഴുതിക്കും. കുഴപ്പമില്ല, അതങ്ങോട്ട് തിരുത്തി എഴുതിക്കും. ഇവന്റെ കയ്യിലിരിക്കുന്ന പ്രമാണം, ഇവന്റെ കയ്യിലൊരു പ്രമാണമുണ്ട്, ഈ കൊടുക്കൽ വാങ്ങലിന്റെ ഒരു പ്രമാണം ഇവന്റെ കയ്യിലുണ്ട്. ഇത് തിരിച്ചു കൊടുത്തിട്ട് പറയാ, 100 നില ഇറക്കണേ, കാര്യമാക്കണം, നീ അത് വെട്ടിയിട്ട് പതുക്കെ 50 എഴുതിക്കും, നീ 50 കൊടുത്താൽ മതി, ഇപ്പൊ നോക്കും എന്ന് പറയും. അപ്പൊ എന്തുണ്ടാവും? ഇത് ഇവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ? പിന്നീട് ഇവനെ കാര്യസ്ഥയിൽ നിന്ന് പുറത്താക്കിയാലും ഇവരൊക്കെ അവനെ സ്വീകരിക്കുകയും അവനെ മാനിക്കുകയും അവന്റെ കാര്യമൊക്കെ നോക്കുകയും ചെയ്യുമെന്നാണ് ഇവന്റെ പ്രതീക്ഷ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഈ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? മരണത്തിന്റെ സമയത്ത്, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, മരണത്തിന്റെ സമയത്ത് ചെയ്യുക എന്നുള്ളതല്ല, മരണത്തെ നിത്യവിധിയാളനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന വലിയ ഒരു ദൈവീക പ്രവൃത്തി, അത് ലോകത്തിന്റെ കണ്ണിൽ
ഒരു 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 അധാർമിക പ്രവൃത്തി പോലെ തോന്നുന്ന ഒരു കാര്യമാണ്. ലോകത്തിന്റെ കണ്ണിൽ അധാർമികമെന്ന് തോന്നുന്ന ഒരു പ്രവൃത്തിയാണ്. എന്താണ് ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം? അതായത് ഈ കടപ്പെട്ടിരിക്കുന്നവൻ, യജമാനോട് 100 ബത്ത് കടപ്പെട്ടിരിക്കുന്നവൻ, അവന്റെ പ്രമാണം ഇവന്റെ കയ്യിലിരിക്കുന്നു. സംഭവം എന്താണെന്നറിയാമോ? ഇവനോട് തെറ്റ് ചെയ്തിട്ടുള്ളവർ എന്നാണ് ഇതിന്റെ ഉള്ളർത്ഥം. എന്ന് വെച്ചാൽ അവന് അവന്റെ അധികാരം ഉപയോഗിച്ച് ക്ഷമിക്കാൻ കഴിയുന്നവർ, അവന്റെ അധികാരം ഉപയോഗിച്ച് ക്ഷമിക്കാൻ കഴിയുന്നവർ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവന്റെ അധികാരം ഉപയോഗിച്ച് ഈ ഭൂമിയിലെ കാര്യസ്ഥത ഉപയോഗിച്ച് അവന് വിട്ടുകൊടുക്കാൻ കഴിയുന്നത്, അവന് ഇളവ് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത്, അവനോട് ചെയ്ത അകൃത്യങ്ങളെ ഇളവ് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് അവൻ ഇടപെടാവുന്ന കാര്യങ്ങൾക്കകത്ത് അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നാണ് ഇതിനകത്തെ കാര്യം. അവനോട് ചെയ്ത തെറ്റുകൾക്കോ അല്ലെങ്കിൽ അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നു. അതുവഴി എന്തുണ്ടാകും? നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കപ്പെടും എന്നാണ് ഇവൻ പ്രതീക്ഷിക്കുന്നത്. ഈശോ പറഞ്ഞു വരുന്നതിന്റെ സിമ്പിൾ അർത്ഥം എന്താണെന്നറിയാമോ? സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്ന കാര്യത്തിന് എക്സ്പ്ലനേഷൻ ആണത്. സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണം. അത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. അതായത് ഈ കാര്യസ്ഥൻ എന്താ ചെയ്യുന്നത്? അവന് കഴിയുന്നത് പോലെ മറ്റുള്ളവരുടെ കടങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്നു. അവന് ഇളവ് ചെയ്തു കൊടുക്കാവുന്ന കടങ്ങൾ അവൻ ഇളവ് ചെയ്തു കൊടുക്കുന്നു. അതുവഴി അവരുടെ സ്വർഗരാജ്യ പ്രവേശനത്തിൽ ഇവനും പങ്കാളിയാകും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് അവൻ എങ്ങനെയായാലും ശിക്ഷിക്കപ്പെടുകയും നിത്യനരകാഗ്നിയിൽ പോവുകയും ചെയ്യേണ്ടവനാണ് എന്നിരിക്കെ അവന് അവന്റെ സഹോദരങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് വഴി സ്വർഗത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സഹോദരങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെ കാരണത്താൽ, അഥവാ ഈ ഭൂമിയിൽ നന്മ ചെയ്യുന്നതിന്റെ കാരണത്താൽ, ഇളവ് ചെയ്തു കൊടുക്കുന്നതിന്റെ കാരണത്താൽ നിനക്ക് നിന്റെ അനവധിയായ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടും എന്നാണ് ഈ ഉപമയിലൂടെ ഈശോ പറയുന്ന ആദ്യത്തെ കാര്യം. ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഈശോ കുറച്ചുകൂടെ വ്യത്യസ്തമായ മറ്റൊരു കാര്യം പറയുകയാണ്. കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. ഈ കാര്യസ്ഥൻ നീതിരഹിതനായിരുന്നു. അവൻ ധാരാളം അധാർമിക പ്രവൃത്തികൾ ചെയ്തു വന്നിരുന്നവനായിരുന്നു. പക്ഷേ അവൻ എന്ത് ചെയ്തു? കൗശലപൂർവ്വം പ്രവർത്തിച്ചു. ഈ കൗശലം ഒരു സ്പിരിച്വൽ കൗശലമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇത് കൗശലം എന്ന് ആർക്ക് വേണമെന്ന് തോന്നാം അല്ലെ? നല്ല കള്ളനെ ഓർത്താൽ മതി, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അവനെ കള്ളനെന്നും വിളിക്കും, പക്ഷെ അവനെ കുറച്ചുകൂടെ കൗശലക്കാരനായ കള്ളൻ എന്ന് വേണം വിളിക്കാം അല്ലെ? കൗശലക്കാരനായ കള്ളൻ. കാരണം എന്താ? മറ്റേ കള്ളൻ രണ്ടുപേരും ഒരുപോലെ കുറ്റം ചെയ്തിട്ട് അപ്പുറം കിടക്കുകയാണ്. അതിനകത്ത് ഒരുത്തനാണെങ്കിൽ അവിടെ കിടന്ന് വെറുതെ പഴി പറയുന്നു. നീ ദൈവമാണെങ്കിൽ അങ്ങനെ ഇറങ്ങി എന്നിട്ട് രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്, ബാ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നു. എന്തായാലും രണ്ടുപേരും ഇപ്പൊ തന്നെ മരിക്കും. അപ്പൊ മറ്റവൻ എന്ത് ചെയ്തു? ഇവനെ കളിയാക്കിക്കൊണ്ട് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. അവിടെ കിടന്ന് കുരിശി കിടന്നുകൊണ്ട് അപ്പുറത്ത് കുരിശി കിടക്കുന്നവനെ കളിയാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. എന്നാൽ മറുവശത്ത് എന്തെങ്കിലും കിട്ടിയാലോ എന്നുകൂടി അവൻ വിചാരിക്കുന്നു കരുതുക. ഇതെങ്ങാനും ശരിക്കും ദൈവപുത്രനാണെങ്കിലോ എന്ന് പോലും ആയിരിക്കും അവൻ ആലോചിച്ചിട്ടുണ്ടാവുക, അല്ലെ അവനത് ബോധ്യപ്പെട്ടു. അവൻ കർത്താവിനോട് പറയാണ്, കർത്താവെ നീ അവിടെ ആയിരിക്കുമ്പം എന്നെയും കൂടി ഓർക്കണേ. അവന്റെ ആ ഒരൊറ്റ മാനസാന്തരം കൊണ്ട് അവന്റെ അതുവരെയുള്ള അനവധിയായ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെട്ടു. അവന്റെ ജീവിതത്തെ അവൻ പൂർലി എന്താ പറയാ കാര്യസ്ഥത നടത്തിയിരുന്നു. അങ്ങനെ ദയനീയമായി നടത്തിയ കാര്യസ്ഥതയുടെ ഒരു ജീവിതത്തിന്റെ ഒടുവിൽ അവൻ കൗശലപൂർവ്വം പ്രവർത്തിച്ചതുകൊണ്ട്, കൗശലം എന്ന് ഉദ്ദേശിക്കുന്നത് തിന്മയുടെ കൗശലമല്ല, ബുദ്ധിപൂർവ്വമെന്നോ അല്ലെങ്കിൽ അവന്റെ സാധ്യത അവൻ ഉപയോഗിച്ചുകൊണ്ടെന്നൊക്കെയാണ് അർത്ഥം. അപ്പോ ആ പറഞ്ഞ നല്ല കള്ളനെ ആകുന്ന കൗശലക്കാരനെ പോലത്തെ ഒരു കൗശലക്കാരനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മരണത്തിന്റെ സമയത്ത് ഇവൻ, അല്ലെങ്കിൽ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു? അവൻ പെട്ടെന്ന് നന്മ ചെയ്യാൻ തുടങ്ങി. അതുവഴി അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയായി. അങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചത് കൊണ്ട് പോലും അവന്റെ ആ നന്മയെ പ്രതി, നന്മ ചെയ്യാനുള്ള അവന്റെ മാനസാന്തരത്തെ പ്രതി, അവന്റെ തിരിച്ചറിവിനെ പ്രതി, എന്ന് വെച്ചാൽ എന്റെ അവസ്ഥ ഇതാവുമല്ലോ എന്നുള്ള തിരിച്ചറിവിനെ പ്രതി അവൻ എടുത്ത നടപടികളുടെ മേൽ ദൈവം അവനെ പ്രശംസിക്കുന്നു അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ നരകത്തിൽ പോകുമല്ലോ എന്ന ഭയത്താലാണെങ്കിൽ പോലും ഒരുവൻ ചെയ്തു തുടങ്ങുന്ന നന്മകൾ ദൈവത്തിന്റെ സന്നിധിയിൽ മോശമല്ല എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ സന്നിധിയിൽ അത് മോശമല്ല, അത് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായ, ഏതാണ്ട് സമാനമായ കാര്യം തന്നെ വ്യത്യസ്തമായ ഒരു വിഷയത്തിലൂടെ അവതരിപ്പിക്കപ്പെടും. അതിങ്ങനെയാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ഈ യുഗത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ഇതിന് പല വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നത് വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ജീവിതകാലം മുഴുവനും ഇതൊരു താരതമ്യമൊന്നും അല്ല കേട്ടോ. പക്ഷെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതകാലം മുഴുവനും നന്മ ചെയ്ത ഒരു വലിയ വിശുദ്ധനെ പോലെ നല്ല കള്ളനും അനുസ്മരിക്കപ്പെടുന്നില്ലേ
അല്ലെ? അവൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെടുകയും അനുസ്മരിക്കപ്പെടുകയും ചെയ്യുന്ന ഒത്തിരി ആളുകൾക്ക് മാനസാന്തരത്തിന് ഹേതുവായിത്തീരുന്ന ഒരാളായി അവൻ മാറിയില്ലേ? അപ്പം വെളിച്ചത്തിന്റെ മക്കൾ, നന്മയുടെ മക്കളെക്കാളും ഈ തിന്മ ചെയ്തിരുന്നിട്ട് മാനസാന്തരപ്പെടുന്ന ആളുകൾ അവർ കൗശലക്കാരാണ്, അവർ ബുദ്ധിശാലികളാണ് എന്ന് മാത്രമാണ് ഈശോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയാണ്. ഇത് പറയുന്നത് ആരോടാണ് പറയുന്നത്? തിന്മയിൽ ഇനിയും കഴിയുന്നവരോട് മാനസാന്തരപ്പെടാനുള്ള അവസാനത്തെ ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ അത്. അതിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. എല്ലാ തിന്മയും ചെയ്തിട്ട് അവസാനം കൗശലം പ്രവർത്തിച്ചാൽ മതി എന്നല്ല അതിന്റെ അർത്ഥം. കർത്താവ് പറഞ്ഞു രോഗികൾക്കല്ല, അല്ല മീൻസ് ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആരോഗ്യം ഇല്ലാതെ കിടക്കുന്നതാണ് നല്ലതെന്നാണോ? അല്ലെങ്കിൽ വൈദ്യന് ആവശ്യം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും രോഗിയാവണമെന്നാണോ? അല്ല, രോഗിയല്ലാതിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. പക്ഷേ വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടാകുന്നത് രോഗികൾക്കാണ്. അപ്പൊ അവന്റെ അങ്ങനെ ഒരു വ്യത്യാസത്തെക്കുറിച്ച്, അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ സുവിശേഷം സംസാരിക്കുന്നത്. അവന്റെ ബുദ്ധി, അവന്റെ ബുദ്ധിപൂർവമായ പ്രവൃത്തി, അത് ഈ അവന്റെ പാപത്തിന്റെ കോണ്ടെക്സ്റ്റിൽ അവന്റെ ബുദ്ധിപൂർവമായ പ്രവൃത്തി ഉചിതമാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ടുള്ള വാക്കാണ് നമ്മളെ ഭയങ്കര കൺഫ്യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുകയും അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സുഹൃത്തുക്കളെ സമ്പാദിക്കുക. ഇതെന്ത് പറച്ചിലാണ് അത്, അല്ലെ? എന്താണ് ഈ അധാർമിക സമ്പത്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. അധാർമിക സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കുന്നത് എന്താണ്? കള്ളപ്പണം, കുഴൽപ്പണം, കള്ളക്കടത്ത് ചെയ്ത പൈസ, അല്ലെങ്കിൽ തിന്മ ചെയ്തുണ്ടാക്കിയ പണം, ഇതിനെയൊക്കെയാണ് നമ്മൾ അധാർമിക സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് അതിൽ തന്നെ അധാർമികമൊന്നുമല്ല. പകരം ഒരു കറൻസി, ഒരു 100 രൂപ നോട്ട്, അത് തന്നെ അധാർമികമല്ല. പക്ഷെ അവനത് കള്ളക്കടത്ത് നടത്തിയാൽ ഉണ്ടാക്കിയെങ്കിലോ, അല്ലെങ്കിൽ മദ്യം വിറ്റാൻ ഉണ്ടാക്കിയെങ്കിലോ അത് അധാർമിക സമ്പത്തായെന്ന് അതിനെ വിളിക്കാം. അപ്പം അധാർമിക സമ്പത്തും യഥാർത്ഥ സമ്പത്തും തമ്മിലുള്ള താരതമ്യമാണ് ഇവിടുത്തെ വിഷയം. അധാർമിക സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കള്ളപ്പണത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, പകരം രണ്ട് കമ്പാരിസനാണ്. കമ്പാരിസൺ ഇങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ് 11-ാം അധ്യായത്തിൽ പറയുന്നത്. അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? അപ്പൊ നോക്കി, രണ്ടു തരം ധനമുണ്ട്. ഒന്ന് യഥാർത്ഥ ധനം, മറ്റേത് അധാർമിക ധനം. രണ്ട് ധനം. എന്താണ് ഈ യഥാർത്ഥ ധനം, എന്താണ് ഈ അധാർമിക ധനം? ഇതാണ് നമ്മൾ അറിയേണ്ടത്. അതറിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാം ക്ലിയർ ആണ്. ഈ അധാർമിക ധനം എന്ന് പറഞ്ഞാൽ കള്ളപ്പണമൊന്നുമല്ല അർത്ഥം, സാധാരണ സമ്പത്ത് എന്നാണ് അർത്ഥം. ഭൗതിക സമ്പത്ത് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നുള്ള സമ്പത്ത്, അത് പണമാകാം, സ്വത്താവാം, സ്വർണമാകാം, സ്ഥാനമാനങ്ങളാകാം, അങ്ങനെ സമ്പത്ത് എന്ന് നീ കരുതുന്നത് എന്തും ഈ ഭൂമിയിലെ, അവയാണ് അധാർമിക സമ്പത്ത് എന്ന് വിളിക്കുന്നത്. ഇനി യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് എന്താ? അത് ഉറപ്പാണ് നമുക്ക്. യഥാർത്ഥ സമ്പത്ത് ദൈവമാണ്, ദൈവിക നന്മകളാണ്, ആത്മാവാണ്. ഇവയൊക്കെയാണ് യഥാർത്ഥ സമ്പത്ത്. അതുകൊണ്ടാണ് ഇനി യഥാർത്ഥ സമ്പത്ത് ഇതിനെ അധാർമിക സമ്പത്ത് എന്ന് വിളിക്കുന്നത്. ഇത് തമ്മിലുള്ള ദൂരം അളക്കാൻ വേണ്ടിയിട്ടാണ്, എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാ പറയാവുന്നേ? ഇപ്പൊ ഉദാഹരണത്തിന് ഇരുണ്ട നിറമുള്ള ഒരു മനുഷ്യനും വെളുത്ത നിറമുള്ള ഒരു മനുഷ്യനും നിൽക്കുന്നു കരുതുക. അപ്പോ പണ്ടുകാലത്തൊക്കെ ആളുകൾ ഈ അടിമത്തമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരാളെ നീഗ്രോ എന്ന് വിളിക്കും, മറ്റൊരാളെ വെള്ളക്കാരൻ എന്ന് വിളിക്കും. ഈ ശകലം ബ്രൗൺ നിറമുള്ള ഇന്ത്യക്കാരെ പോലും പുറത്തൊക്കെ ആൾക്കാർ കർമ്മന്മാരെന്നാണ് നമ്മളൊക്കെ പുറത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത്, കർമ്മന്മാരെന്നൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. എന്താണ് ഇതിന്റെ പുറകെ കിടക്കുന്ന കാര്യം? ഒരു കമ്പാരിസൺ നടത്തുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് കളറിന്റെ കാര്യം പറയുന്നില്ല, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് പലപ്പോഴും നമ്മൾ സാധാരണ സംസാരത്തിൽ പോലും നമ്മളിങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ട്. രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള അകലം സൂചിക്കാറുണ്ട്. ഇത് തമ്മിൽ ആനയും ആടും തമ്മിലുള്ള ദൂരം ഉണ്ടെന്നൊക്കെ പറയാറില്ലേ നമ്മൾ? അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? അത്രമാത്രം ദൂരം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആനയും ആടിനെ കൂടി കമ്പയർ ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്ന് നമുക്കറിയാം. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? യഥാർത്ഥ ധനവുമായിട്ട് നീ ഈ ഭൂമിയിൽ കിട്ടാവുന്ന എന്തിന് താരതമ്യം ചെയ്താലും അത് അധാർമിക ധനം പോലെ ഇരിക്കും. യഥാർത്ഥ നന്മയോട് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന നന്മകളെയൊക്കെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെയൊന്നും വേണ്ട വിധത്തിൽ നന്മയെന്ന് വിളിക്കാൻ പോലും ഇല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ വിഷയം യഥാർത്ഥ സമ്പത്ത് ദൈവവും, അതുകൊണ്ടാണ് നീയല്ലോ ഞങ്ങൾക്കുള്ള യഥാർത്ഥ സമ്പത്ത് ഈശോയെ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ നമ്മൾ കണ്ടാകും. നിത്യസമ്പത്ത് ഈശോ. യഥാർത്ഥ സമ്പത്ത് ദൈവമാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ള, നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളതും കടന്നു പോകുന്നതുമായ
വില കുറഞ്ഞ സമ്പത്താണ്. അപ്പൊ ആ വില കുറവ് എന്തുമാത്രം വില കുറവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് അധാർമിക സമ്പത്ത് പോലെയാണ് എന്ന് പറയുകയാണ്. അത്രയുമാത്രം വില കുറഞ്ഞതും നിസാരവും പരിഗണിക്കേണ്ടതില്ലാത്തതുമായവയാണ് ഭൗതിക സമ്പത്ത്. അപ്പോ ഇവിടുത്തെ സംസാര വിഷയം നമ്മൾ അധ്വാനിച്ചാർജിക്കുന്ന ഭൗതിക സമ്പത്തും ദൈവമാകുന്ന യഥാർത്ഥ സമ്പത്തുമാണ് ഇവിടുത്തെ വിഷയം. അധ്വാനിച്ചാർജിക്കുന്ന സമ്പത്ത് മോശമാണെന്നല്ല പറയുന്നത്. അത് ഒരു നമ്മുടെ നാട്ടിലുള്ള നമ്മൾ പണം കൈകാര്യം ചെയ്യുമ്പോൾ യഥാർത്ഥ സമ്പത്തും അധാർമിക സമ്പത്തും തമ്മിൽ എന്തോരം ദൂരമുണ്ടോ അതുപോലത്തെ ദൂരമുണ്ട്. അതിനേക്കാൾ ദൂരമുണ്ട് ദൈവവും നമ്മുടെ സ്വത്തും എന്നാണ്. എന്ന് വെച്ചാൽ ഈ സ്വത്തിനെ വെച്ച് ദൈവത്തെ വിലപേശരുത് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഇനി പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? ഇപ്പൊ വളരെ ക്ലിയർ ആണ് അല്ലെ? അതായത് ഭൗതിക സമ്പത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ യഥാർത്ഥ സമ്പത്ത് ആര് നിന്നെ ഏൽപ്പിക്കും? നിത്യജീവനും സ്വർഗവും ഒക്കെയാണ്. ഈ ഭൂമിയിലെ സമ്പത്ത് നീ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ യഥാർത്ഥ സമ്പത്താകുന്ന സ്വർഗം നിനക്ക് ആര് തരും? ഇതാണ് ഈ ചോദ്യം. ഈ ഭൂമിയിൽ നീ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ നിന്നെ എങ്ങനെ സ്വർഗത്തിൽ വിശ്വസ്തനായി കണക്കാക്കും? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ചെറിയ കാര്യങ്ങൾ അവിശ്വസ്തൻ, വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കാര്യങ്ങൾ, അതിനകത്തും നീ വിശ്വസ്തനല്ലെങ്കിൽ സ്വർഗത്തിലും നീ അവിശ്വസ്തനായി കരുതപ്പെടും. എന്ന് വെച്ചാൽ അവിശ്വസ്തൻ അവിടെ സ്ഥാനം ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളിൽ 50 പൈസയുടെ കാര്യത്തിലും 10 പൈസയുടെ കാര്യത്തിലും വിശ്വസ്തനാവുക എന്നല്ല, ഭൗമിക കാര്യങ്ങൾ വിശ്വസ്തനാവുക എന്നാണ് അതിന്റെ അർത്ഥം. ഭൗമിക കാര്യങ്ങളാണ് ദൈവീക കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത കുഞ്ഞു കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വിചാരിക്കരുത് കുത്തും കോമയുടെ കാര്യത്തിൽ വിശ്വസ്തയുടെ കാര്യമാണ്. അല്ല, പകരം ഭൗമിക ജീവിതത്തിന്റെ വിശ്വസ്തയുടെ കാര്യമാണ് ഈ പറയുന്നത്. അതൊക്കെ ചെറുതാണ് ദൈവത്തിന്റെ മുൻപിൽ. ഇനിയാണ് അതിന് മുകളിൽ വരുന്ന കാര്യം, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. എന്താണ് അതിന്റെ സിമ്പിൾ അർത്ഥം? അധാർമിക സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഭൗമിക സമ്പത്താണ് എന്ന് നമ്മളിപ്പോ കേട്ടു. ഭൗമിക സമ്പത്ത് കൊണ്ട് നീ സുഹൃത്തുക്കളെ സമ്പാദിച്ചുകൊള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ് അതിന്റെ ഉള്ളിലെ കിടക്കുന്നത്? അതായത് നിനക്ക് ഈ ഭൂമിയിൽ സമ്പത്തുണ്ടോ എന്ന് കരുതുക, നിനക്ക് ആരോഗ്യം ഉണ്ടെന്ന് കരുതുക, നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് കരുതുക, നിനക്ക് സ്വത്തുണ്ടെന്ന് കരുതുക. ഇതെല്ലാം ഉപയോഗിച്ച് നീ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നാണ്. അത് പങ്കുവെച്ചു കൊടുക്കുക. അത് പങ്കുവെച്ചു കൊടുക്കുന്നത് വഴി എന്തുണ്ടാകും? ഇതൊക്കെ നമ്മൾ വെടിയുന്ന ഒരു സമയം വരും. അതായത് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത്, നമ്മുടെ ആരോഗ്യം നമ്മളെ വിട്ടുപോകും, നമ്മുടെ കയ്യിലുള്ള പണം നമ്മെ വിട്ടുപോകും, നമ്മുടെ സ്വത്ത് മക്കൾ കൈവശമാകും. അങ്ങനെ ഇതെല്ലാം വിട്ടുപോകും. എല്ലാം വിട്ടുപോയി കഴിയുമ്പോൾ സ്വർഗത്തിൽ അവർ നിത്യകൂടാരങ്ങൾ സ്വീകരിക്കും. അതായത് നമ്മൾ പങ്കുവെച്ചു കൊടുത്ത പാവങ്ങളുണ്ടല്ലോ, അവര് ആയിരിക്കുന്ന ലാസർമാരായിരിക്കുന്ന ആ സ്വർഗത്തിൽ നമ്മളും സ്വീകരിക്കപ്പെടും. നമ്മൾ ലാസർ അല്ലായിരുന്നു, നമ്മൾ ധനവാനായിരുന്നു. പക്ഷേ ലാസർ സ്വീകരിക്കപ്പെട്ടതുപോലെ നമ്മളും സ്വീകരിക്കപ്പെടാനുള്ള മാർഗം ലാസർമാർക്ക് ഈ സ്വത്ത് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഭൗതിക സ്വത്ത് പങ്കുവെച്ചു കൊടുക്കുന്നത് വളരെ നിസ്സാരവുമാണെന്ന് പറയാണ്. കാരണം എന്താണെന്നറിയാമോ? ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ലോ. ഈ മണ്ണ് ദൈവം സൃഷ്ടിച്ചതാണ്, ആരോഗ്യം ദൈവം തന്നതാണ്. ഇതൊക്കെ നിനക്ക് എന്തുകൊണ്ട് വ്യയം ചെയ്തുകൂടാ? അത് വ്യയം ചെയ്താൽ നിനക്ക് കിട്ടാൻ പോകുന്നത് എന്താ? അതിന്റെ 10 രൂപ പ്രതിഫലമല്ല കിട്ടുന്നത്, നിത്യജീവിതമാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ ഭൗമിക സമ്പത്ത് ചെലവഴിച്ച് നിത്യജീവൻ മേടിക്കുന്നവനെ വിളിക്കുന്ന പേരാണ് കൗശലക്കാരൻ, ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ സ്വർഗത്തെ വില കൊടുത്ത് മേടിക്കാൻ പറ്റും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 50 രൂപ കൊടുത്ത് പ്രധാനമന്ത്രി പദം മേടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെ? അത് കൗശലമാണ് എന്നൊക്കെ ചുമ്മാ പറയാവുന്നത് പോലെ ഈ ഭൂമിയിലെ നിന്റെ തീർന്നു പോകുന്ന പൈസ ഉപയോഗിച്ചും നിന്റെ ക്ഷയിച്ചു പോകാവുന്ന ആരോഗ്യം ഉപയോഗിച്ചും നന്മ ചെയ്യുക. അതുവഴി സ്വർഗത്തിൽ നിനക്ക് സ്ഥാനമുണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് നമ്മോടെല്ലാവരോടും, വ്യക്തികളോടും സമൂഹങ്ങളോടും ഇടവകളോടും രൂപതകളോടും തിരുസഭയോടും മൊത്തത്തിലും വ്യക്തികളോടും കുടുംബങ്ങളോടും പറയുകയാണ്, ഈ ഭൗമിക സ്വത്ത് അതിൽ കെട്ടിപ്പിടിച്ചല്ല ഇരിക്കേണ്ടത്, പകരം അതൊക്കെ പങ്കുവെക്കാനും കൂടി ഉള്ളതാണ്. നിന്റെ ജീവിതവും ആരോഗ്യവും ഒക്കെ പങ്കുവെക്കാനുള്ളതാണ്. അങ്ങനെ പങ്കുവെക്കുന്നത് വഴി നിന്റെ അനവധിയായ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടും എന്നർത്ഥം. അനവധിയായ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അൽമായ സഹോദരൻ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ മാറ്റിവെക്കുന്നു, എന്നിട്ട് അതിനുവേണ്ടി ഇറങ്ങുന്നു. ശരിയാണ്, ആ മനുഷ്യൻ കുറച്ചുകൂടെ ആ നേരം കൊണ്ട് അധ്വാനം ചെയ്യാൻ കുറച്ചുകൂടെ പണം ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സമയം പഠിക്കാൻ ഉപയോഗിക്കുന്നു, ദൈവികമായിട്ട് പഠിക്കാൻ ഉപയോഗിക്കുന്നു, എന്നിട്ട് പോയിട്ട് പങ്കുവെക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ആ മനുഷ്യൻ ഒത്തിരി കുറവുകളുണ്ടെന്ന് വിചാരിച്ചു.
പക്ഷേ ആ മനുഷ്യന്റെ അനവധിയായ കുറവുകൾ ദൈവം ക്ഷമിക്കും, സ്വർഗത്തിലേക്ക് സ്വീകരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് സ്വീകരിക്കാൻ മാത്രം വലിയ എന്താ പറയാ ഒന്നും കൊടുക്കാൻ നമ്മളെ ഇല്ല. കാരണം സ്വർഗമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? എന്നാൽ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുത്തിട്ട് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിലേക്ക് ഏർപ്പെടുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളോടൊക്കെ കർത്താവ് പറയാണ്, നമുക്കുള്ള സാധ്യതകളും നമുക്കുള്ള സംവിധാനങ്ങളും നന്മയ്ക്കായി പങ്കുവെക്കുക എന്നതാണ്. നന്മയ്ക്കായി പങ്കുവെക്കുക. പലപ്പോഴും ഇവ പങ്കുവെക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അത് വ്യക്തികൾക്കും ഉണ്ടാവാറുണ്ട്, സംഘടനകൾക്കും ഉണ്ടാകാറുണ്ട്, സമൂഹങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ചിലപ്പോഴൊക്കെ ചില നമ്മുടെ ദേവാലയങ്ങൾ പോലും നോക്കുക. ഞാനിതൊരു സെൽഫ് ക്രിറ്റിസിസം ആയിട്ട് നമ്മുടെയൊക്കെ തന്നെ നമ്മുടെയൊക്കെ ഇടവക ദേവാലയങ്ങൾ നോക്കുക. ചില ഇടവക ദേവാലയങ്ങളിലൊക്കെ വൻ സമ്പത്തുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ചില വലിയ ഇടവക ദേവാലയങ്ങളിലൊക്കെ ഒത്തിരി സമ്പത്തുണ്ട്, ഒത്തിരി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. തൊട്ടപ്പുറത്ത് മറ്റൊരു ഇടവക ഒരു കുഞ്ഞി പള്ളി പണിയാൻ വയ്യാണ്ട് കഷ്ടപ്പെടുന്ന കുഞ്ഞു പാവങ്ങളുടെ ഒരു ഇടവകയുണ്ടാവും. ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ ചെല്ലുകയും ആ പള്ളികളിലൊക്കെ ചെല്ലുകയും പിരിവെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ കാണും, അല്ലെ? ഏത് കുഞ്ഞു പള്ളി പിരിവെടുക്കാൻ ചെന്നാലും സ്ഥിരമായി വലിയ പള്ളികളിലൊക്കെ ചെല്ലും. അവർക്ക് ഇഷ്ടം പോലെ പൈസ കൊടുക്കുകയും ചെയ്യും നമ്മൾ കാണും. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ചെറിയ പള്ളികളൊക്കെ ജീവിക്കുകയും ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ നോക്കി, ഈ പങ്കുവെക്കലിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പങ്കുവെക്കാനുള്ള മനസ്സുണ്ടാകണം. അപൂർവ അവസരങ്ങളെങ്കിലും ചിലപ്പോഴൊക്കെ അങ്ങനത്തെ കമ്മിറ്റി പറയും, വേണ്ട വേണ്ട നമുക്ക് ഇത് ആർക്കും കൊടുക്കൊന്നും വേണ്ട, അങ്ങനെ അവർക്ക് കൊടുക്കൊന്നും വേണ്ട, അവരുടെ കാര്യം നോക്കിയാൽ മതി, ഇവിടുന്ന് പിരിഞ്ഞു പോയതല്ലേ, എന്തിനാ അവർക്ക് കൊടുക്കുക, അന്ന് കൊടുത്തിട്ടുള്ളതാ, ഇനി കൊടുക്കൊന്നും വേണ്ട, ഈ സമ്പത്തൊക്കെ നമ്മുടെ തന്നെ ഇരുന്നാൽ മതി, ഒരു കാലത്ത് ആവശ്യം വന്നെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്ന പള്ളി കമ്മിറ്റിക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? അങ്ങനെ ചെയ്യരുത് എന്നാണ് കർത്താവിന് നമ്മളോട് പറയാനുള്ളത്. അതെല്ലാവരെയും സംബന്ധിച്ച് ബാധകമാണ്. അതൊരു വ്യക്തിയെ സംബന്ധിച്ച് ബാധകമാണ്, ഇവൻ നമ്മുടെ സമൂഹങ്ങളെ സംബന്ധിച്ച് ബാധകമാണ്, രൂപതകളെ സംബന്ധിച്ച് ബാധകമാണ്. അങ്ങനെയൊക്കെയാണ്. അതങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിലെയൊക്കെ രൂപതകളെ, വിദേശത്തൊക്കെയുള്ള രൂപതകൾ എന്തുമാത്രം സഹായിച്ചിട്ടുണ്ടെന്നറിയാം, എന്തുമാത്രം സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെയൊക്കെ പള്ളികളിൽ പലതും പണിതിരിക്കുന്നത് പുറത്തെ രൂപതകളിൽ നിന്നാണ്. അവർക്കുണ്ടായ സമ്പത്ത് അവർ പങ്കുവെച്ചതാണ് നമ്മളോട്. അങ്ങനെ പങ്കുവെക്കാൻ കഴിയണം എന്നാണ് അതിന്റെ അർത്ഥം. ഭൗതിക സമ്പത്താണ്, അതിന് പങ്കുവെക്കാനുള്ളതും ദൈവിക സമ്പത്ത് അത് സ്വന്തമാക്കാനുള്ളതുമാണ്. ഭൗമിക സമ്പത്ത്, ആരോഗ്യം മുതലുള്ളതെല്ലാം പങ്കുവെക്കാനുള്ളതാണ്, മറ്റേ സമ്പത്ത് സ്വന്തമാക്കാനുള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് ഈ പറഞ്ഞ അവിശ്വസ്തനായ കാര്യസ്ഥനെ കുറിച്ച് വളരെ ഹ്രസ്വമായി പറയാം. 3/4 മണിക്കൂറായി ഞാനത് പറയാൻ തുടങ്ങി, സോറി. ഒരു 5-6 പറയണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. രണ്ടാമത്തെ ഇതിലേക്ക് പോകാം. രണ്ടാമത്തേത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 9 മുതൽ 14 വരെയാണ്. മത്തായിയുടെ സുവിശേഷം. യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തന്റെ ആട് സാബത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ സാബത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി. ഉടനെ സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി. ഫരിസേയർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. ഇതിനകത്ത് ഈശോ ഒരു സാപത്തിൽ രോഗശാന്തി നൽകുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഈശോ സിനഗോഗിലെത്തിയപ്പോൾ കൈ ശോഷിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവനോട് ചോദിച്ചു, സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണ്. എന്താണ് അവിടുത്തെ പ്രശ്നം? യഹൂദ നിയമമാണ്. യഹൂദ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാബത്ത് ആചരണമാണ്. ദൈവത്തോടുള്ള ബന്ധത്തെ വിലമതിക്കാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ആചരണമാണ് സാബത്ത് ആചരണം. അപ്പൊ ദൈവം നൽകിയ കൽപ്പനയാണ് സാബത്ത് ആചരിക്കുക എന്നുള്ളത്. അത് അസ്വാഭാവിക എന്ന് പറഞ്ഞാൽ നേച്ചറിൽ എഴുതപ്പെടാത്ത കൽപ്പനയാണ്. അപ്പം അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ടോ ഈ രോഗി വന്നപ്പോൾ സാധാരണ ഈശോയുടെ അടുത്ത് വരുന്ന രോഗികളൊക്കെ ഈശോ സുഖപ്പെടുത്തുന്നു. അപ്പോ അവനെ കൊണ്ടുവന്നിട്ട് പറയാണ്, സാബത്ത് ദിവസം ആണല്ലോ, ഇവൻ ഈ രോഗിയെ സുഖപ്പെടുത്തുമോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. എന്താ അന്നത്തെ കാര്യം? രോഗസൗഖ്യം നൽകാൻ അനുവാദമില്ല. കാരണം എന്താണ്? വൈദ്യന്മാരുടെ ഉൾപ്പെടെയുള്ള ഒരു ജോലികളും ചെയ്യാൻ സാബത്ത് ദിവസം യഹൂദന് അവകാശമില്ല, ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈശോ സുഖപ്പെടുത്തുന്നതിനെ അവർ കണ്ടത് ഒരു വൈദ്യന്റെ, ഡോക്ടറുടെ ജോലിയായിട്ടാണ്, ഡോക്ടറുടെ ജോലി. അപ്പം ഈശോയെ അവർ കാണുന്നത് അങ്ങനെയാണ്. ഡോക്ടർമാരുടെ പണിയൊക്കെ സാപത്തല്ലാത്ത ദിവസങ്ങളിൽ എടുക്കണം, രോഗികളൊക്കെ വന്നു പോയി കാണും. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ അത് ന്യായവുമാണ്. കാരണം ഈശോ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടല്ലോ, ഇത് ഈ ദിവസം തന്നെ നടത്തണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? മറ്റേ ദിവസം പോയിട്ട് എനിക്ക് സുഖം പ്രാപിക്കുന്നത് ഞങ്ങൾക്ക് തടസ്സമില്ല. പക്ഷേ കൽപ്പന ലംഘിക്കുന്നത് എന്തിനാണ്? ഇത്ര നാളായിട്ടുള്ള ആചാരം ആണല്ലോ, ആചരിക്കുന്നതാണല്ലോ, എന്തിനാ ലംഘിക്കുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ 2 പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നു. ഒന്ന്, ഈശോ എല്ലാ മാമൂലുകളെയും എല്ലാ പാരമ്പര്യങ്ങളെയും തള്ളിക്കളയുന്ന വിപ്ലവകാരിയാണോ? ഒന്നാമത്തെ കാര്യം. 2, പഴയ നിയമത്തിൽ ആവശ്യപ്പെട്ട സാബത്തൊന്നും ഇനി വിലയില്ലാത്തതാണോ?
രണ്ടാമത്തെ കാര്യം. ഇനി അടുത്തത് നന്മ ചെയ്യുന്നത്, സാപത്തിൽ നന്മ ചെയ്യുന്നത് ഉചിതമാണെന്ന് ഈശോ പറയാനുള്ള കാരണം എന്താണ്? ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് പരാമർശിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, സാപത്ത് എന്താണെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. സത്യത്തിൽ സാപത്ത് എന്താണ്? സാപത്ത്, യഹൂദർ ധരിച്ച സാപത്തും ദൈവം നൽകിയ സാപത്തും രണ്ടായിപ്പോയി. ദൈവം നൽകിയ സാപത്ത് എന്താണ്? എന്റെ കൂടെ ഇരിക്കാൻ വേണ്ടി നീ ബാക്കിയൊക്കെ മാറ്റി വെക്കണം എന്നതാണ് ദൈവം ഉദ്ദേശിച്ച സാപത്ത്. നീ അതുവരെ അധ്വാനിച്ച് നടക്കുന്നു, നീ എന്റെ കൂടെ ശാന്തമായിരിക്കണം, അതാണ് സാപത്ത്. സത്യത്തിൽ ഇത് എന്താണെന്ന് നമ്മൾ സൃഷ്ടി വിവരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. സൃഷ്ടി വിവരണത്തിൽ 6 ദിവസം ദൈവം അധ്വാനിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈശോ ദൈവം എന്നെ മടുത്തോ വന്നിട്ടാണ് ഇരിക്കാൻ? അല്ല, പകരം എന്താണ്? ഈ 6 ദിവസങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടികർമ്മത്തിന്റെ കണ്ടിന്യൂവിറ്റിയാണ്. ഈ 6 ദിവസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 6 ഡേയ്സ് അല്ല, പകരം ഈ പ്രപഞ്ചം നിലനിൽക്കുവോളം ഉള്ള കാലമാണ്. എന്ന് വെച്ചാൽ ദൈവം തുടർ സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴും ദൈവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഈ ഭൂമിയിൽ ദൈവം പുതിയ മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ ചെടികളെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവം വിശ്രമിച്ചിട്ടില്ല എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. പക്ഷെ ദൈവം വിശ്രമിക്കുന്നു എന്ന് പറയുന്ന സമയമുണ്ട്. അതെവിടെയാണ്? സൃഷ്ടി പൂർത്തിയാകുന്ന സമയം. സൃഷ്ടി പൂർത്തിയാകുന്ന സമയം, അതായത് യുഗാന്ത്യമാണ്. യുഗാന്ത്യമാണ് 7-ാം ദിവസം, പൂർണ്ണതയുടെ ദിവസം. അപ്പൊ 7-ാം ദിവസമാകുന്ന നിത്യജീവിതം, അത് നീ ഇവിടെ വെച്ച് ഓർക്കണം എന്നാണ് സാപത്തിന്റെ അർത്ഥം. നിത്യജീവിതത്തെ കുറിച്ച് നിരന്തരം ഓർക്കണം. അത് ഓർക്കാൻ വേണ്ടി ദൈവം ഒരു കൽപ്പന കൊടുത്തു. 7-ാം ദിവസങ്ങൾ നീ നിത്യജീവിത ദിവസമായിട്ട് അങ്ങ് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലായിരിക്കുമ്പോൾ എന്ന പോലെ അങ്ങ് ജീവിക്കുക. സ്വർഗത്തിൽ നീ പണിയെടുക്കുകയും സമ്പത്തുണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നീ ദൈവത്തിന്റെ പ്രശാന്തതയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നാൽ മതി. അതാണ് നിത്യജീവിതത്തിലുള്ളത്. എന്ന പോലെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ അന്ന് എങ്ങനെ ഇരിക്കാൻ പോകുന്നോ അതുപോലെ നീ 7-ാം ദിവസവും വ്യാപരിക്കൂ എന്നാണ് ദൈവം കൊടുത്ത കൽപ്പന. പക്ഷേ യഹൂദൻ അതിനെ അല്പം മാറ്റി തെറ്റിദ്ധരിച്ചു. അവൻ പണിയെടുക്കാതിരിക്കാനുള്ള ദിവസമാണ് തെറ്റിദ്ധരിച്ചു. പലപ്പോഴും ഈ ഞായറാഴ്ചകളെ പലരും ചിന്തിക്കുന്നു അങ്ങനെയാണ്. എന്തുകൊണ്ട് പണിയെടുക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കും. ഞായറാഴ്ച പണിയെടുത്ത് തന്നെ കൈ ഒടിയൂ എന്നൊക്കെ ആൾ ചോദിക്കും. ഇത് പണിയെടുക്കാതിരിക്കാനുള്ളതല്ല, ദൈവസ്നേഹം അനുഭവിക്കാനുള്ള സമയമാണ്. നിത്യജീവിതത്തിന്റെ മുന്നാസ്വാദനമാണ്. സ്വർഗരാജ്യത്തിൽ ദൈവത്തോടു കൂടെ അനവരതം ദൂതന്മാരോടും ക്രോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് സ്തുതിക്കുന്ന ആ ആനന്ദത്തിന്റെ ദിവസത്തിലായിരിക്കുക എന്നാണ് ഞായറാഴ്ച ദിവസത്തിന്റെ അർത്ഥം. എനിവേ, അങ്ങനത്തെ അനുഭവം നീ ആസ്വദിക്കൂ എന്നാണ്. സ്വർഗം നീ അന്നേരമല്ല, ഇപ്പോഴേ നീ ആസ്വദിച്ച് തുടങ്ങുന്നതാണ് ദൈവം അവനോട് കൽപ്പിച്ചു. പക്ഷെ അവൻ വിചാരിച്ചു എന്താണെന്നറിയോ? പണിയെടുക്കാതെ കഷ്ടപ്പെട്ടിരിക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് പറഞ്ഞിരിക്കാൻ പാടില്ല, ഇങ്ങോട്ടാൻ പാടില്ല, സൂപ്പർ. അങ്ങനത്തെ പഴയ നിയമത്തിന്റെ ദൈവിക കൽപ്പനയെ തെറ്റിദ്ധരിച്ചവരോടുള്ള കർത്താവിന്റെ മറുപടി മാത്രമാണ് ഇത്. ഈശോ ഒരിക്കലും ദൈവത്തിന്റെ നിയമത്തെ തള്ളിക്കളയാൻ ഉദ്ദേശിച്ചില്ല. ഈശോ തന്നെ പറഞ്ഞു, ഒരു നിയമത്തെയും എടുത്തു കളയാൻ, ഇല്ലായ്മ ചെയ്യാനല്ല ഞാൻ വന്നത്, പൂർത്തീകരിക്കാനാണ്. എങ്ങനെയാ പൂർത്തീകരിക്കുന്നത്? ഈ സാബത്ത് കൽപ്പനയുടെ അർത്ഥം എന്താണ്? ആ അർത്ഥത്തിൽ സംഭവിക്കണം, അപ്പോഴത് പൂർത്തിയാകുള്ളൂ. ഈശോ പറയുകയാണ്, സ്വർഗത്തിന്റെ ആനന്ദവും സമാധാനവും സന്തോഷവും നിത്യതയും ദൈവാരാധനയും അനുഭവിക്കാനുള്ള ദിവസമാണ് സാബത്ത്. അല്ലാണ്ടൊന്നും ചെയ്യാതിരിക്കാനുള്ള നിഷ്ക്രിയ ദിവസമല്ല. പകരം ദൈവത്തോടൊത്ത് പ്രവർത്തന നിരതനായിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മറ്റൊരു അവസരത്തിൽ പറയാണ്, എന്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കും. പിതാവ് പ്രവർത്തന നിരതനാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കും. അപ്പൊ യഹൂദർക്ക് ഇത് മനസ്സിലാകത്തോണ്ടാണ് അവനെ അറ്റാക്ക് ചെയ്യാനൊക്കെ വന്നത്. ഈശോ അർത്ഥമാക്കുന്നത് എന്താണ്? എന്റെ പിതാവ് എപ്പോഴും നന്മയിലായിരിക്കുന്നു. പ്രവർത്തന നിരതൻ എന്ന് പറഞ്ഞാൽ ഹിസ് ആക്റ്റീവ് ഇൻ ഗുഡ്നെസ് എന്നാണ് അർത്ഥം. ഹിസ് നോട്ട് പാസീവ്, ഹിസ് ആക്റ്റീവ്, ദാറ്റ് ഇസ് ഈവൻ ദാറ്റ് ഇൻ ഗുഡ്നെസ്. ദൈവം തന്റെ നന്മയിൽ പ്രവർത്തന നിരതനായിരിക്കും. ഈശോയും സ്വാഭാവികമായും ദൈവമായതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിനും ദൈവിക വ്യക്തികൾക്കും പണിയെടുക്കാതിരിക്കുന്ന ഒരു സാബത്തല്ല ഉള്ളത്. ദൈവത്തോടൊപ്പം നിത്യതയുടെ ഫുൾ ആക്റ്റീവ്നെസ്സിൽ ആയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ സാബത്തിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സാബത്ത് എന്തിനുള്ളതാണ്? ദൈവിക പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ളതാണ്. ദൈവമാകുന്ന ഞാൻ പ്രവർത്തിക്കുകയാണ്. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ഒക്കെ നൽകാൻ വേണ്ടി വന്നിരിക്കുന്ന ഞാൻ എന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അത് സാബത്തിന്റെ പ്രവൃത്തികളാണെന്നതാണ് അതിന്റെ അർത്ഥം. അതായത് ഈശോ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും, അവിടുത്തെ വിമോചന ശുശ്രൂഷകൾ മുഴുവനും, അന്തർക്ക് കാഴ്ച കൊടുക്കുന്നതും അറിയാത്തവരെ പഠിപ്പിക്കുന്നതും എല്ലാം സാബത്തിന്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് അവ ചെയ്യുന്നത് സാബത്തിൽ ഉചിതമാണ്. എന്ന് വെച്ചാൽ സാബത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല, പള്ളിയിലും പോലില്ല എന്നല്ല പറയേണ്ടത്. സാബത്ത് ദിവസം പ്രാർത്ഥനയ്ക്ക്, ദൈവാരാധനയ്ക്ക്, ദൈവിക ശുശ്രൂഷകൾക്ക്, നന്മകൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് അതിന്റെ ലളിതമായ അർത്ഥം. അപ്പൊ അതുകൊണ്ട് 2 കാര്യം മനസ്സിലാക്കണം. ഒന്നാമത്തേത്, ഈശോ ഒരിക്കലും സാബത്തിനെ തള്ളിക്കളയുകയല്ല, പാരമ്പര്യങ്ങളെ തള്ളിക്കളയുകയല്ല, അവയെ ശരിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, തെറ്റിദ്ധാരണകളെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അതിന്റെ കാര്യം. എന്നാൽ ഈശോ സാബത്ത് ആചരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു.
എല്ലാ സാബത്തുകളിലും അവിടുന്ന് പതിവ് പോലെ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കും. അപ്പൊ ഈശോ സാബത്ത് ആചരിക്കുന്നുണ്ട് ശരിയായ വിധത്തിൽ, ശരിയായ വിധത്തിൽ. അതാണ് അതിന്റെ കാര്യം. എന്നിട്ട് കർത്താവ് തന്നെ ചോദിക്കുന്ന ന്യായമാണിത്. ഈശോ അവരോട് ചോദിക്കുക, നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ ഉണ്ടല്ലോ, നിന്റെ ആടെങ്ങാനും കിണറ്റി വീണെന്ന് വിചാരിച്ചു, നീ മിണ്ടാണ്ടിരിക്കുവോ അവിടെ സാബത്താന്ന് പറഞ്ഞത്? ആരും കാണുന്നില്ലെങ്കിൽ നീ മെല്ലെ പോയിട്ട് ഇറങ്ങിയിട്ട് ആടിനെ രക്ഷിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കും. കാരണം നിന്റെ സ്വത്താണത്, ജീവനുള്ള ഒരു ജീവി, അത് അവിടെ ചത്തുപോകട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ. അപ്പം ഒരാടിനെ പോലും നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് സാപത്ത് രക്ഷിക്കുമെങ്കിൽ ആടിനേക്കാൾ വിലയുള്ള മനുഷ്യനെ ദൈവത്തിന് രക്ഷിക്കാൻ എന്തിനാണ് വൈകുന്നത്? എന്താണ് തടസ്സം? ദൈവം അത് ചെയ്യും എന്നാണ് ഈശോ അവരോട് പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് സാപത്ത് അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി. ഫരിസേയർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ട എന്ന് ആലോചന നടത്തി. അതായത് ഈശോ ചെയ്ത ആ പ്രവൃത്തിയെ ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരവനെ കൊല്ലാനായിട്ട് ആഗ്രഹിച്ചു എന്നാണ് അതിന്റെ സിമ്പിളായിട്ടുള്ള അർത്ഥം. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്തത് കൊറിന്തോസ് ലേഖനമാണ്. ഒന്ന് കൊറിന്തോസ് 11 അധ്യായം 14-16 ആണ് എങ്കിലും 1 കൊറിന്തോസ് 11 അധ്യായം നമുക്ക് 2 മുതൽ 14 വരെ വായിക്കാം, 16 വരെ വായിക്കാം, 2 മുതൽ 16 വരെ വായിക്കാം. ഇത് വിഷയം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ ശിരോവസ്ത്രമാണ് ഇവിടുത്തെ വിഷയം. അതായത് സ്ത്രീകൾ, അല്ലെ, നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമായിരിക്കാൻ സാധ്യതയുണ്ട്. ശിരോവസ്ത്രം ധരിക്കണമോ, ഇതിനെക്കുറിച്ച് എന്താണ് പൗലോസ് പറയുന്നത്? ചില കാര്യത്തിൽ പറയും ഇത് ഞങ്ങൾക്കല്ലാണ്ട് വേറെ ഞങ്ങൾക്ക് പാരമ്പര്യമൊന്നുമില്ല എന്ന് പറയുന്നത്. പുരുഷൻ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ്, മഹിമയാണ്, അതുകൊണ്ട് അവൻ തലമുടരുത്. സ്ത്രീ ആണെങ്കിൽ പുരുഷന്റെ മഹിമയാണെന്നൊക്കെ പറയും. ഇതെന്താ സംഭവം എന്നാണ് ഈ ചോദ്യം. ഓക്കെ, നമുക്കത് വായിച്ചു കേൾക്കാം. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതിനാലും ഞാൻ നൽകിയ പാരമ്പര്യം അതേപടി സംരക്ഷിക്കുന്നതിനാലും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും ക്രിസ്തുവിന്റെ ശിരസ് ദൈവവുമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശിരസ് മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു പുരുഷനും തന്റെ ശിരസിനെ അപമാനിക്കുന്നു. ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തന്റെ ശിരസിനെ അപമാനിക്കുന്നു. അവളുടെ തല മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണത്. സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ. മുടി മുറിക്കുന്നതും തല ക്ഷൗരം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ. പുരുഷൻ ദൈവത്തിന്റെ പ്രതിച്ഛായയും മഹിമയും ആകിയാൽ അവൻ തല മൂടരുത്. സ്ത്രീയാകട്ടെ പുരുഷന്റെ മഹിമയാണ്. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീക്ക് വേണ്ടിയല്ല, സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന് വേണ്ടിയാണ്. ദൂതന്മാരെ ആദരിച്ച് വിധേയത്വത്തിന്റെ പ്രതീകമായ ശിരോവസ്ത്രം അവൾക്ക് ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. എന്തെന്നാൽ സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ ഇന്ന് പുരുഷൻ സ്ത്രീയിൽ നിന്ന് പിറക്കുന്നു. എല്ലാം ദൈവത്തിൽ നിന്നും തന്നെ. 16 വരെ. സ്ത്രീ തലമറയ്ക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുവിൻ. നീണ്ട മുടി പുരുഷന് അപമാനമാണെന്നും സ്ത്രീക്ക് അത് ഭൂഷണമാണെന്നും പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നില്ലേ? തലമുടി സ്ത്രീക്ക് ഒരു ആഭരണമായി നൽകപ്പെട്ടിരിക്കുന്നു. അഭിപ്രായ വ്യത്യാസമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കോ ദൈവത്തിന്റെ സഭകൾക്കോ മേൽ പറഞ്ഞതൊഴികെ മറ്റൊരു സമ്പ്രദായവുമില്ല എന്നാണ്. നോക്കുക, കുറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്നാമത്തേത്, ഒരാളുടെ ശിരസ് മറ്റേയാളാണോ എന്ന ചോദ്യം. സ്ത്രീ പുരുഷ സമത്വമാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തെ വിഷയം എന്താണ്? ഈ ശിരസ്, ആ കാരണത്താൽ ഒരാൾ ശിരസ് മൂടണമോ എന്ന ചോദ്യമാണ്. ഇതിനകത്ത് പൊതുവിൽ പറഞ്ഞു കേൾക്കാറുള്ള ഒരു ന്യായം, അല്ലെങ്കിൽ ആളുകൾ പറയാറുള്ളത്, പൗലോസ്ലീഹ ഒരു യഹൂദനായിരിക്കയാൽ യഹൂദ സംസ്കാരത്തിനകത്തുള്ള പാട്രിയാർക്കി, അതായത് പുരുഷ മേധാവിത്വം, അത് പൗലോസ്ലീഹായ്ക്കും ശക്തമായിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ കാലഘട്ടത്തിന്റെ കൾച്ചറായിരുന്നു. അതുകൊണ്ട് അതിനെ പൗലോസ്ലീഹ ന്യായീകരിക്കുന്നു എന്നാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത്. അതും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യാഖ്യാനമല്ല. പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളാനും കഴിയില്ല. ഇനി എന്താണ് ഇതിനകത്ത് ഉള്ളിൽ കിടക്കുന്നത്? 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്കും മറ്റു ലേഖനങ്ങളിലൊക്കെ എഴുതി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് പലപ്പോഴും കൂടുതൽ സംസാരിക്കുന്നത്. അങ്ങനെ അവർ ചോദിച്ച, സഭയിൽ നിന്ന് ഉയർത്തിയ ഒരു ചോദ്യമായിരിക്കാം ഇത്. ഇനി ഈ ചോദ്യത്തെക്കുറിച്ച് കേൾക്കുമ്പം
നമ്മൾ പെട്ടെന്ന് ധരിക്കുന്നത് എന്താ? സ്ത്രീകളുടെ ചോദ്യമാണെന്നാണ് ധരിക്കുന്നത്, അല്ലെ? സ്ത്രീകൾക്ക് മുടി നൽകുന്നത് ഇവിടെയാണ്. അഭിപ്രായ വ്യത്യാസം ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കോ ദൈവത്തിന്റെ സഭയ്ക്കോ മേൽപ്പറഞ്ഞതൊഴികെ മറ്റു സമ്പ്രദായവും ഇല്ല എന്നാണ്. ഈ അഭിപ്രായ വ്യത്യാസം ഉള്ളവർ ആരാണ്? സ്ത്രീകളാണോ? യഥാർത്ഥത്തിലല്ല. അതായത് അതിന്റെ ഒറിജിനൽ ലാംഗ്വേജിൽ, അതിന്റെ 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 മൂലകൃതിയിൽ അഭിപ്രായ വ്യത്യാസമുള്ളവനോട് എന്നാണ്, പുരുഷൻ ആകുന്ന ഉള്ളവനോട് എന്നാണ്. അതായത് മെയിൽ സംജ്ഞയാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന ചില പുരുഷന്മാർ തന്നെയാണ് ഈ കാര്യത്തിൽ നിലപാടെടുത്തത് എന്നതാണ് പൗലോസ്ലീഹയ്ക്കെതിരെ സംസാരിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ ഒറിജിനൽ സോഴ്സ് ടെക്സ്റ്റ് അനുസരിച്ചാണെങ്കിൽ. ഇനി ഇതിന്റെ ഉള്ളർത്ഥം എന്താണ്? ഒന്നാമത്തെ കാര്യം, പൗലോസ്ലീഹ പറയാണ്, എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതിനാലും ഞാൻ നൽകിയ പാരമ്പര്യം അതേപടി സംരക്ഷിക്കുന്നതിനാലും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. പാരമ്പര്യം, അതിനെ വിലമതിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ശൈലി, ഒരു രീതി തിരുസഭയ്ക്ക് ആരംഭം മുതലേ ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചനയാണത്. പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നു. അപ്പൊ ഇവരുടെ പാരമ്പര്യം എന്താണ്? ഈ പാരമ്പര്യത്തിനകത്ത് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായും യഹൂദ വംശത്തിലൂടെ വളർന്നു വികസിച്ച ഒരു പാരമ്പര്യം അതിനകത്തുണ്ട്, അതിന്റെ എലമെന്റ്സ് ഉണ്ട്. ഇനി ആ പാരമ്പര്യത്തിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഡിവൈൻ എലമെന്റ്സ് ഉണ്ട്, രണ്ടാമത് ഹ്യൂമൻ എലമെന്റ്സ് ഉണ്ട്. അതായത് അനുദിന ജീവിതത്തിന്റെ ആചരണങ്ങളുടെ പാരമ്പര്യമുണ്ട്, മിശിഹ നൽകിയ ദൈവീക പ്രബോധനങ്ങളുടെ സഭാത്മക ജീവിതത്തിന്റെ മേഖലയുണ്ട്. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് പൗലോസ്ലീഹ കാണുന്നത്. ദൈവീക പ്രബോധനങ്ങളുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച്, സത്യവിശ്വാസത്തിന്റെ പാരമ്പര്യത്തെ സംബന്ധിച്ച് പൗലോസ്ലീഹായ്ക്ക് കൃത്യമായ ന്യായവാദങ്ങളുണ്ട്. അത് ഇന്ന കാരണത്താൽ അങ്ങനെ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് കൃത്യമായി പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അത് യുക്തിസഹമായിട്ടാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മിശിഹായുടെ ഉത്ഥാനത്തെക്കുറിച്ചോ നിത്യവിധിയെക്കുറിച്ചോ വിശുദ്ധ കുർബാനയെക്കുറിച്ചോ ഉള്ള പ്രബോധനങ്ങളെല്ലാം അങ്ങനെയാണ്. എന്നാൽ ഇവിടെ പൗലോസ്ലീഹ സംസാരിക്കുന്നത് മിശിഹായിൽ നിന്ന് കൈമാറി കിട്ടിയൊന്നും അല്ലാത്ത യഹൂദ പാരമ്പര്യത്തിന് തുടർന്നു വരുന്ന ഒരു ആചാരത്തിന്റെ പാരമ്പര്യം. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇതിനെ കൈകാര്യം ചെയ്യുന്ന പൗലോസ്ലീഹ എങ്ങനെയെന്നറിയോ? ചുമ്മാ വെറുതെ ഹ്യൂമൻ ലോജിക്ക് ഉപയോഗിച്ചാണ്. എന്ന് വെച്ചാൽ അത് അസർട്ടീവായിട്ട് പറയുകയല്ല. എന്നിട്ട് അതിന് പറയുകയാണ്, ഇതിന് അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, ഞങ്ങൾക്കോ ദൈവത്തിന്റെ സഭകൾക്കോ മേൽ പറഞ്ഞതൊഴികെ മറ്റൊരു സമ്പ്രദായവും ഇല്ല. സമ്പ്രദായം ഇല്ലെങ്കിൽ പുതിയ സമ്പ്രദായം ഉണ്ടായിക്കൂടെ? അതിന് കുഴപ്പമുണ്ടെന്നും പറയുന്നില്ല. പക്ഷെ പൗലോസ് പറയും, ഞങ്ങൾക്ക് അതല്ലാണ്ട് വേറെ സമ്പ്രദായമൊന്നുമില്ല. അല്ലാണ്ട് ഒരു ഡിവൈൻ ആയിട്ടുള്ള തിയോളജിക്കൽ ആയിട്ടുള്ള റീസൺ പൗലോസ് പറയുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അതൊരു ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് പ്രോബ്ലം അല്ല എന്നുള്ളതാണ്. തല മൂടുക എന്നുള്ളതോ മൂടാതിരിക്കുക എന്നുള്ളതോ ദൈവികമായ ഒരു പ്രതിസന്ധി അല്ല. പകരം അതൊരു ഹ്യൂമൻ കാര്യം മാത്രമാണ്. അവരുടെ ഒരു അനുദിന ജീവിത ആചാരത്തിന്റെ കൾച്ചറൽ തിങ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. കൾച്ചറൽ തിങ് ആണ്. ഇനി ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അതങ്ങ് പറഞ്ഞു തീർക്കാം. അപ്പൊ എന്താണ് ഇതിനകത്ത് കൾച്ചറൽ തിങ്? എന്താണ് ഈ കൾച്ചറൽ തിങ്? ശിരവസ്ത്രം മൂടുന്നതിനെ കുറിച്ച് പറയുമ്പോഴത്തെ പ്രശ്നം എന്താണ്? പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ യഹൂദ പശ്ചാത്തലത്തിൽ ശിരസ് മൂടിയിരുന്നത് ആരാണ്, മൂടാതിരുന്നത് ആരാണെന്ന് അറിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. ശിരസ് മൂടിയിരുന്നത് നോബിൾ ഫാമിലിയിലെ സ്ത്രീകളാണ്. അതായത് കുലീന കുടുംബങ്ങളിലെ കുലീനരായ സ്ത്രീകൾ അവരുടെ കുലീനതയുടെ അടയാളമായി ശിരസ് കവർ ചെയ്യുമായിരുന്നു. എന്നാൽ ശിരസ് കവർ ചെയ്യാതെ നടത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ. അവര് ചന്തസ്ഥലങ്ങളിൽ പരസ്യമായി ശിരസ് മൂടാതെ ഇരിക്കും. എന്തിനാണത്? അത് ശിരസ് മുടിയും അവരുടെ അഴകാണ് എന്നാണല്ലോ സങ്കല്പം. അപ്പൊ അതുകൊണ്ട് ആ മുടി പ്രദർശിപ്പിച്ച് വശീകരിക്കാൻ വേണ്ടി അവര് ഇങ്ങനെ ശിരോവസ്ത്രമൊന്നുമില്ലാതെ ചന്തസ്ഥലത്തിരിക്കുകയും അവർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണെന്ന് അതുവഴി പ്രഖ്യാപിക്കുകയും വിളംബരം ചെയ്യുകയും ആളുകൾ അവരുടെ അടുത്ത് വരികയും ചെയ്യും. അതാണ് അതിന്റെ രീതി. കാലം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് പറഞ്ഞാൽ, ഈശോയുടെ സുവിശേഷമൊക്കെ കേട്ട് അനേകം ആളുകൾ മാനസാന്തരപ്പെട്ടു. ഇത്തരം ആളുകളൊക്കെ മാനസാന്തരപ്പെടുകയും, പ്രത്യേകിച്ച് കൊറിന്തോസ് എന്ന് പറയുന്നത്, കൊറിന്ത് തന്നെ ഇങ്ങനത്തെ ഒരു കൂടാര സ്ഥലമായിരുന്നു. കാരണം അത് കടൽ തീരമാണ്. അവിടെ കപ്പലുകൾ വരും, ആളുകൾ ഇറങ്ങും, കച്ചവടം നടത്തും, എന്നിട്ട് തിരിച്ചു പോകും. അപ്പൊ ആളുകൾ, വിദേശത്തു നിന്നൊക്കെ ആളുകൾ ധാരാളം പണവുമായി വന്ന് തിരിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ ടൂറിസം ഒക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ടൂറിസം വളർന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ വേശ്യാവൃത്തിയും സമൃദ്ധമാണ്. അപ്പൊ അതുപോലത്തെ ഒരു സ്ഥലമാണ്, ധാർമ്മികതയുടെ കൂടാരമായിരുന്നു കൊറിന്ത്. ഇന്ന് നമ്മൾ എന്നാൽ അക്രോ കൊറിന്തും കാണാം, ഓൾഡ് കൊറിന്തും നമുക്ക് കാണാം. അപ്പൊ ഈ കൊറിന്തോസ് ഇത്തരം തിന്മയുടെ കാര്യത്തിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഈശോയുടെ സുവിശേഷം ചെല്ലുന്നതും അത്തരം ആളുകൾ ഒത്തിരി പേര് മാനസാന്തരപ്പെടുന്നതും. വിഗ്രഹാരാധനയുടെയും വേശ്യാവൃത്തിയുടെ സ്ഥലമായിരുന്നു ഈ കൊറിന്തോസ് ഒരു കാലത്ത്. അവിടെ നിന്നാണ് അത് ക്രിസ്ത്യനൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ മാനസാന്തരപ്പെട്ട് ഈശോയെ സ്നേഹിച്ച് സഭാജീവിതത്തിലേക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്തു.
പക്ഷെ അത് കഴിഞ്ഞിട്ട് അവര് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവര് പിന്നെ ഒന്നും കാര്യമാക്കാതെ കുറച്ച് കഴിഞ്ഞ് ഇടക്കാലത്ത് കുറച്ച് പേരൊക്കെ ഇതിപ്പോ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവര് പണ്ടത്തെ പോലെ ചുമ്മാ വളരെ കൂളായിട്ട് അവര് പണ്ട് നടന്നിരുന്ന പോലെയൊക്കെ വരാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് പൗലോസ്ലീഹ അവരെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മുടെ സഭയുടെ പാരമ്പര്യമല്ല. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് കുലീനരായ ആളുകൾ അങ്ങനെയാണ് കാണപ്പെടുന്നത്. ശരിയാണ്, നിങ്ങളിപ്പോ കുലീനരാണെന്ന് നമുക്കറിയാം. പക്ഷേ നിങ്ങൾ ആ ശിരസ് മൂടുന്നത് വഴി അതിനൊരു അർത്ഥമുണ്ട്, സൊസൈറ്റിയിൽ ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് അത് മൂട് എന്നാണ് പൗലോസ്ലീഹ അവരോട് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ചിതമായിരിക്കൽ ഒരു സോഷ്യൽ കൾച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശിരസ് മൂടുക എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ തിങ് ആണ്, കൾച്ചറൽ തിങ് ആണ് എന്ന് കണ്ട. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ പള്ളിയിൽ പോകുമ്പോൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഷാളൊന്നും ഇടേണ്ട ആവശ്യമില്ല അല്ലേ എന്ന് കരുതരുത്. അത് കൾച്ചറൽ തിങ് ആണ്, അത് ചെയ്യുന്നതാണ് ഉചിതം, ചെയ്യുന്നതാണ് ഉചിതം. ഇപ്പം നമ്മൾ തന്നെ വെറുതെ നോക്കി, ഇപ്പൊ അമ്മച്ചിമാരൊക്കെ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ തലക്കോടെ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണ്. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ? വെറുതെ ചന്തയ്ക്ക് പോയിട്ട് വരുന്നതും ഒരമ്മച്ചി ഇങ്ങനെ വരുന്നതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ബഹുമാനവും സ്നേഹവും ഒരു ആദരവും ഒക്കെ അങ്ങ് തോന്നിക്കളയും. കാരണം അത് അങ്ങനെ ഒരു ഭംഗിയുണ്ട്. എന്നതുപോലെ തന്നെ ആ യഹൂദർക്ക് മനസ്സിലാകുന്ന അങ്ങനെ ഒരു ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യത്തിൽ നിന്ന് ഒരു കുലീനയായ സ്ത്രീയുടെ അടയാളം എന്നുള്ള നിലയ്ക്ക് അവർ അഭിമാനത്തോടെ ധരിച്ചിരുന്ന ആ ശിരസ് മൂടിയുള്ള വരവ്, അത് സഭ യഹൂദ സമൂഹത്തിന്റെ തുടർച്ചയായി വന്ന സഭ അതങ്ങ് തുടർന്നു, അവരുടെ ആചാരമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ പാരമ്പര്യമൊന്നും, വേറെ നല്ല സമ്പ്രദായം ഒന്നും ഇല്ല എന്നാണ് സമ്പ്രദായം. എനിക്ക് അങ്ങനത്തെ വേറൊരു സമ്പ്രദായം ഇല്ല, നമ്മുടെ സമ്പ്രദായം ഇതാണ്, അത് തന്നെ, അതുകൊണ്ട് അത് അനുസരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് എന്നേ പൗലോസ്ലീഹ പറയുന്നുള്ളൂ. അല്ലാതെ അതൊരു കൽപ്പനയായിട്ട് കൊടുക്കുകയോ അത് പാപമാണെന്ന് പറയുകയോ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ കുറിച്ച് പറയാവുന്നത് എന്താണ്? തലയിൽ ഷാൾ ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മൂടുപടം ഇട്ടില്ലെങ്കിൽ അത് തിന്മയാണ് എന്നല്ല അതിന്റെ അർത്ഥം. അത് മനോഹരമാണ്, ഉചിതമാണ്, ഒരു കുലീനമായ പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നതിനർത്ഥമുണ്ട്. ഇനി രണ്ടാമത് എന്തിനാണ് അങ്ങനെ ഇടുന്നത്? അത് ഫോക്കസ് ടു ഗാഡ് എന്നാണ് അതിന്റെ സിമ്പിൾ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവൾ പല കാര്യങ്ങളിൽ വ്യാപൃതയായിരിക്കുന്നതിനേക്കാൾ ദൈവത്തോട് മുൻമുഖമായിരിക്കുന്നു. ഈ കുതിരേനെയൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടും പണ്ട് കാലത്തെ പട്ടാൾക്കാർ നോക്കി, ഇങ്ങനെ കുതിരയ്ക്ക് ഇങ്ങനെ വെച്ചു സൈഡിലോട്ട് നോക്കാതിരിക്കാനും മുമ്പിൽ കാണുന്ന മാത്രം കണ്ട് ഓടാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ മുന്നിൽ കാണുന്ന ദൈവത്തെ, സ്വർഗത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നതിന്റെ അടയാളമാണ് ശരിക്കും അത്. അതുകൊണ്ടാണ് ഈ പള്ളി പോകുമ്പോൾ ഇങ്ങനെ കെട്ടിട്ടൊക്കെ പോകുന്നത്, അങ്ങനെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാം സൂചിപ്പിക്കാൻ മേലെന്ന് വെച്ചാൽ സൂചിപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇതൊരു മനോഹരമായ അടയാളമാണ്. അപ്പൊ അങ്ങനത്തെ മനോഹരമായ അടയാളങ്ങളെ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല എന്നുമാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ അപ്പോ തുല്യത മാനിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞത്? ബാക്കി എല്ലാ കാര്യവും പറഞ്ഞിട്ട് പഴയ നിയമത്തെ ഒരു പ്രത്യേക വിധത്തിൽ പൗലോസ്ലീഹ വ്യാഖ്യാനിക്കുന്നത് പോലെ നമ്മൾ കാണും. അത് ആ നാട്ടിലെ എല്ലാവരുടെയും ചിന്താധാരയെ പൗലോസ്ലീഹ ആവർത്തിക്കുകയാണ്. അതിങ്ങനെയാണ്, നോക്കുക. ആദ്യത്തേത് ഞാൻ പ്രശംസിക്കുന്നു. പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും ക്രിസ്തുവിന്റെ ശിരസ് ദൈവവുമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശിരസ് എന്ന് പറഞ്ഞാൽ തലേന്നുള്ള അർത്ഥത്തെക്കാൾ ഉറവിടം എന്നാണ് അർത്ഥം. ഉറവിടം, ശിരസ് ശിരസും ഉറവിടവും ഏതാണ്ട് ഒരുപോലെയല്ലേ? ശിരോഭാഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഉറവിടമാണ്, സോഴ്സ്. അതായത് ദൈവത്തിൽ നിന്നാണ് മിശിഹ വരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞാൽ പുരുഷനെ സൃഷ്ടിക്കുന്നു, പുരുഷനിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിക്കുന്നു എന്നാണ്. ഇത് ആരിൽ നിന്ന് വന്നു എന്നതിനേക്കാൾ ഇവരൊക്കെ തുടർച്ചയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇവരൊക്കെ പരസ്പര ബന്ധിതമാണ്, ഇവർ തുടർച്ചയാണ് എന്നാണ് ഇതിന്റെ ശരിക്കുള്ള അർത്ഥമുള്ളൂ. അല്ലാതെ പുരുഷൻ സ്ത്രീയുടെ തലയിൽ കയറി ഇരിക്കേണ്ടവനാണ്, അല്ലെങ്കിൽ പുരുഷൻ ഇല്ലെങ്കിൽ സ്ത്രീ തലയില്ലാത്തവനാണ് എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. അവൻ രണ്ടുപേരും ഒരു ശരീരത്തിന്റെ ഭാഗമാണ് എന്നും തുടർച്ചയാണെന്നൊക്കെയുള്ള സാധാരണ അർത്ഥമേ അതിനുള്ളൂ. എന്നിട്ട് പിന്നെ അവരുടെ യഹൂദന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുകയാണ്. ശിരസ് മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു പുരുഷനും തന്റെ ശിരസിനെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ ന്യായങ്ങൾ പറയുകയാണ്. എന്നിട്ട് സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ, മുടി മുറിക്കുന്നതും തല ക്ഷൗരം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ മുടി ഉപയോഗിച്ച് അവൾ പ്രലോഭന ഹേതു ആകാതിരിക്കട്ടെ എന്നുള്ള ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ കോണ്ടെക്സ്റ്റ് ആണ് അതിന്റെ പുറകെ കിടക്കുന്നത്. പുരുഷൻ ദൈവത്തിന്റെ പ്രതിച്ഛായയും മഹിമയുമായാൽ അവൻ തല മൂടരുത് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ആചാരമാണ്. എന്നിട്ട് ഇതെങ്ങനെ ആചാരമാണ്, അത് അത്രേ ഉള്ളൂ എന്നൊക്കെ ഞാൻ തീർത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 11ാമത്തെ തിരുവചനമാണ് പൗലോസ്ലീഹ തന്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന ദൈവിക പ്രബോധനം. അതിങ്ങനെയാണ്: കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. 2000 വർഷം മുമ്പാ പറയണെന്ന് നിങ്ങൾ ഓർക്കണം. അതായത് ഒരു 100 വർഷം മുമ്പ് പോലും ഈ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ ഭൂമിയിൽ തുല്യതയില്ല എന്ന് ഓർക്കണം. അതിപ്പോ യൂറോപ്പ് ആയാലും ശരി, ഇന്ത്യ ആയാലും ശരി, ഒരു 100 വർഷം മുമ്പ് പോലും തുല്യതയില്ല എന്ന് ഓർക്കണം. 100 വർഷം മുമ്പ് പോലും നമ്മുടെ നാട്ടിലൊക്കെ പുരുഷന്റെ അടിമയായിട്ട് തന്നെയാണ് സ്ത്രീകൾ ഒരുപക്ഷെ ഇപ്പൊ പോലും പല ആളുകളും കഴിയുന്നത്.
അങ്ങനെ ഇരിക്കെ 2000 വർഷം മുമ്പ് പൗലോസ്ലീഹ പറയുകയാണ്, കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അത് അന്നത്തെ യഹൂദനൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. സ്ത്രീയെ ആശ്രയിച്ച് പുരുഷനോ, പുരുഷൻ തന്റെ വിത്ത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും അതവിടെ നിന്ന് വളരുകയും ചെയ്യുന്ന ഒരു വയൽ മാത്രമാണ് അവൾ എന്ന് കരുതിയിരുന്ന ഒരു കാലത്തിലാണ് പറയുന്നത്. എന്നിട്ടോ, എന്തെന്നാൽ സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ, ആദ്യം പൗലോസ്ലീഹ പറഞ്ഞു പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉണ്ടായത് എന്നൊക്കെ പഴയ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ ഇന്ന് പുരുഷനുണ്ടാകുന്ന എവിടെ നിന്നാണ്? സ്ത്രീയിൽ നിന്ന് പിറക്കുന്നു. അതുകൊണ്ട് നീ അധികം നെളിയൊന്നും വേണ്ട. ശരിയാണ്, ആദ്യ സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്, പക്ഷെ രണ്ടാമത്തെ പുരുഷൻ സ്ത്രീയിൽ നിന്നാണ് ഉണ്ടായത്. ഈ കാര്യം മറക്കരുത് എന്നാണ് ഇതിന്റെ അർത്ഥം. ആദ്യത്തെ സ്ത്രീ ഉണ്ടായത് ശരിക്കും പുരുഷനിൽ നിന്നാണ്, പക്ഷെ രണ്ടാമത്തെ പുരുഷൻ ഉണ്ടാകുന്നത് സ്ത്രീയിൽ നിന്നാണ്. അപ്പൊ നീ വല്ലാണ്ട് വാദിക്കുമോ എന്ന് വിചാരിച്ചോ? പുരുഷനിൽ നിന്നാണ് സ്ത്രീ ഉണ്ടായത്, നീ വല്ലാണ്ട് വാദിക്കുകയാണ്. അതുകൊണ്ട് ഉണ്ടായവൾ, രണ്ടാമതുണ്ടായവൾ ആദ്യം ഉണ്ടായവന്റെ അടിമയായിരിക്കണമെന്നാ പറയണമെങ്കിൽ സകല പുരുഷന്മാരും സ്ത്രീയുടെ അടിമയായിരുന്നേ മതിയാവൂ. കാരണം സ്ത്രീയിൽ നിന്നാണല്ലോ പുരുഷനുണ്ടായത്. ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടേണ്ട സാധ്യതയുണ്ട്. പൗലോസ്ലീഹ അത്രയും ശക്തമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇന്ന് പുരുഷൻ സ്ത്രീയിൽ നിന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും ഈ പറഞ്ഞ ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ അവരൊക്കെ പറഞ്ഞേക്കുന്നത് സ്ത്രീയിൽ നിന്നാണ്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പുരുഷൻ സ്ത്രീയുടെ അടിമയായിരിക്കണമല്ലോ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പൊ ഇത് ആരോട് പറയുന്നതാണ്? പുരുഷന്മാരോട് പറയുന്നതാണ്. ഇനി അടുത്തത്, എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ. എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് വലിയ പ്രത്യേകതയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് പൗലോസ്ലീഹയുടെ പ്രബോധനം. എന്നിട്ട് അതാണ് ദൈവിക പ്രബോധനം. അതാണ് ദൈവിക പ്രബോധനം, അതിന് മാറ്റമില്ല. ഇനി മറ്റേതെന്താണ്? സാമൂഹിക ആചാരമാണ്. അപ്പൊ പൗലോസ്ലീഹ പറയുന്നത് രണ്ടിനെയും ക്ലബ് ചെയ്തുകൊണ്ടാണ്. ദൈവിക പ്രബോധനത്തെ മാനിക്കണം, സാമൂഹിക ആചാരത്തെ ആദരിക്കുകയും ചെയ്യാം. ദൈവിക പ്രബോധനത്തെ അനുസരിക്കണം. ഇത് അനുസരിക്കേണ്ട കാര്യമാണ്. പുരുഷനും സ്ത്രീയും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഒരുവൻ മറ്റൊരുവന്റെ അടിമയല്ല. അത് ദൈവിക പ്രബോധനമാണ്, അനുസരിക്കണം. മറ്റേതെന്താണ്? കൾച്ചറൽ ഗൈഡൻസ് ആണ്. അത് ആചരിക്കുന്നത് നല്ലതാണ്. അതിനെ ഉപേക്ഷിക്കരുത്, അതിനെ ബഹുമാനിക്കണം. ഒന്ന്, അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തേത്, അതിനെ ആദരവോടെ കാണണം എന്ന ആഹ്വാനമാണ്. അപ്പം അതാണ് പൗലോസ്ലീഹ വഴി നൽകുന്ന കൊറിന്തോസിന്റെ പ്രബോധനത്തിന്റെ നിലപാട്. അല്ലാതെ തിരിച്ചല്ല. പലരും അതിനെ ഈ ഭാഗമൊന്നും വേണ്ട വിധത്തിൽ വായിക്കാത്തതുകൊണ്ട് തെറ്റിദ്ധരിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് 5 പറഞ്ഞെന്നാണ് വിചാരിച്ചത്, 3 പറയാൻ കഴിഞ്ഞത്. 3 പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രധാന സമയം കുറച്ച് കടന്നു പോയിട്ടുണ്ട്. നമുക്ക് ഒരു 10-20 മിനിറ്റ് സമയം ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15, 16, 17. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15 എന്ന് പറയുന്നത് യേശു നമ്മുടെ പൗലോസിനോട് ചോദിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15, 16, 17. 15, 16, 17 ആ വാക്യങ്ങളാണ്. അതില് 15-ാമത് യോഹന്നാൻ പൗലോസിനോട് ചോദിക്കുന്നുണ്ട്. യേശു പൗലോസിനോട് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ പുത്രനായ ശെമിയോനെ, നീ എല്ലാറ്റിനും ഊരിയായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കർത്താവെ സ്നേഹിക്കുന്നു, എങ്കിൽ നീ എന്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 16, 17 അതേ ക്വസ്റ്റ്യൻ ആവർത്തിക്കുമ്പോ യേശു പത്രോസിനോട് പറയുന്നത്, നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ആ വ്യത്യാസം ഉണ്ടെന്ന്? ഒന്ന് ആടുകളെ മേയ്ക്കുക എന്ന് പറയുകയും 16, 17 കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ഇനി വിശുദ്ധ ബൈബിളിനകത്താണെങ്കിൽ 3-ാമത്തെ ചോദ്യത്തിന് എന്റെ പെണ്ണാടുകളെ മേയ്ക്കുക എന്നും കൂടെ പറയുന്നുണ്ട്. അതെ വ്യത്യാസം. അതായത് സകല അജഗണത്തെയും മേയ്ക്കുക എന്നേ അതിനർത്ഥമുള്ളൂ. എന്നെ എടുത്തെടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, പെണ്ണാടുകളെ മേയ്ക്കുക, അങ്ങനെ പറയുന്നത് സകല ജനത്തെയും എന്ന് പറഞ്ഞാൽ ആരെയും മാറ്റി നിർത്താതെ എന്റെ സർവ്വജനത്തിനു വേണ്ടിയുള്ള സദ്വാർത്തയുമായി വന്ന ഈശോ, സകലർക്കും വേണ്ടി കുരിശിൽ മരിച്ച ഈശോ, സകല ജനത്തിനു വേണ്ടിയുള്ള പൗരോഹിത്യം സംവഹിച്ച ഈശോ, ആ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ പരമേൽപ്പിച്ച ആദ്യത്തെ മെത്രാന്മാരുടെ തലവനായ മാർപ്പാപ്പയോട് പറയുകയാണ്, നിങ്ങളുടെ അജപാലന അധികാരം സകലരുടെയും മേലുള്ളതാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് ആരെയും മാറ്റി നിർത്താനില്ല. എന്ന് പറഞ്ഞാൽ അത് സഭയ്ക്ക് മാത്രം പോലും അല്ല എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യരായിരിക്കുന്ന എല്ലാവർക്കും, സഭാംഗങ്ങൾക്കും സഭയ്ക്ക് പുറത്തുള്ളവർക്കും ഇനി അതൊന്നും അല്ലാത്ത ആളുകൾക്കും ഒക്കെ എല്ലാവരിലേക്കും എത്തേണ്ട അജപാലന ധർമ്മമാണ് ഈശോയുടേത്. ഈശോ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പത്രോസും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ്
പത്രോസ് ശ്ലീഹായോട് ഈശോ പറഞ്ഞത്. അത് അവിടുത്തെ പൗരോഹിത്യത്തിന്റെ അജപാലന ധർമ്മത്തിന്റെ ക്യാരക്ടറാണ്. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ പ്രീസ്റ്റ്ഹുഡ്, യൂണിവേഴ്സൽ പ്രീസ്റ്റ്ലി മിനിസ്ട്രി, അതാണ് അതിന്റെ അർത്ഥം. അതാണ് ഈശോ പത്രോസിനോട് പറയുന്നത്. അത് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആലങ്കാരികമായ പ്രതീകാത്മകമായി ഇപ്പൊ ആടുകളുടെ ഇടയ്ക്കുള്ള പലതരം ഗണങ്ങളെ കുറിച്ച് പറഞ്ഞ് എണ്ണിപ്പറക്കി അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഒരു മിഡിൽ ഈസ്റ്റ് സംഭാഷണ ശൈലി പോലെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമാണ്. ഓക്കെ, താങ്ക് യു. ശരിയായിരിക്കട്ടെ. ഇസ്രായേൽ ജനതയെ ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്നത് യഹൂദരെന്നായിരുന്നത് ആ ഒരു രീതി എങ്ങനെയാ വന്നത്? യഹൂദരെന്ന പേര് കിട്ടിയത് എന്ന് വ്യക്തമാക്കി തരാമോ? ഇസ്രായേൽ ജനത എന്നുള്ള ഈ വേർഡ് 12 ഗോത്രങ്ങള്, അതിലൊരു ജനത ഇപ്പൊ ഇന്ന് അറിയപ്പെടുന്നത് യഹൂദരെന്നാണ്. അതെങ്ങനെ യഹൂദരെന്നുള്ള രീതി വന്നു? യൂദയ എന്ന സ്ഥലത്ത് വസിക്കുന്ന ആളുകൾ ആയതുകൊണ്ടാണല്ലോ അവരെ യഹൂദർ, യൂദയായിൽ വസിക്കുന്നവർ, യൂദയാക്കാർ, യൂദർ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ അവരുടെ ആ സ്ഥലത്ത് വസിക്കുന്നതിനാൽ ഇപ്പം കേരളീയർ എന്ന് പറയുന്നത് പോലത്തെ പേരാണത്. അതാണോ ചോദിച്ചേ? അതെ. അപ്പം ഇതില് ഇസ്രായേൽ എന്ന് പിന്നെ വിളിക്കുന്ന എങ്ങനെ? യാക്കോബിന്റെ പാരമ്പര്യം പറയുന്ന ഇസ്രായേലിന്റെ മക്കളല്ലേ ആ പേരില്ലേ വരേണ്ടത്? അപ്പൊ ഇസ്രായേൽ എന്നുള്ള പേരല്ലേ വരേണ്ടത്? ഇത് രണ്ടും അവര് വസിച്ച പ്രദേശത്തിന്റെ പേരിൽ അവർ അറിയപ്പെടുന്നു എന്നുള്ളതും, മറ്റേത് ഇപ്പൊ പറഞ്ഞ ബൈബിളിക്കൽ കോണ്ടെക്സ്റ്റിൽ അവര് ഇസ്രായേലൈറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്നതുമാണ്. അത് 2 തരത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരേ കാര്യത്തിൽ അത് കുറച്ചുകൂടെ പ്രാദേശികമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നേ അതിനർത്ഥമുള്ളൂ. നമ്മൾ പൊതുവിൽ പറയുമ്പം ഇസ്രായേൽക്കാരെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എക്സോഡസ് അനുഭവത്തിലൂടെ കാനദേശത്ത് വന്ന് ജീവിതം ആരംഭിച്ചവരെ മുഴുവനും ഒരുമിച്ച് ഇസ്രായേൽ വംശജർ എന്ന് വിളിക്കും. ഇനി യൂദയ എന്ന പ്രദേശത്തെ കേന്ദ്രമാക്കി സംസാരിക്കുന്നത് കൊണ്ട് യൂദയ നിവാസികൾ എന്നുള്ള അർത്ഥത്തിൽ യഹൂദർ എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ പേര് ഒത്തിരി പേർക്ക് വ്യക്തിപരമായ പേരായിട്ട് പോലും ജൂദാസ് തുടങ്ങുന്ന പേരൊക്കെ ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട് വരാറുമുണ്ട്. അച്ഛൻ ശുശ്രൂഷ സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്ന് അച്ഛൻ പറഞ്ഞ വ്യാഖ്യാനത്തെ കുറിച്ച് ഒരു ചെറിയ സംശയം ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് അതിനെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുവാണ്. സാധാരണ ഞാൻ കരുതിയിരുന്നത് ഇങ്ങനെയാണ്, അതായത് ബൈബിളിലെ എല്ലാ പോർഷൻസും അത് വാച്യാർത്ഥത്തിലും സത്യമാണ്. കർത്താവ് പറയുമ്പോൾ അത് ഓക്കെ, അതിന്റെ വ്യാഖ്യാനാർത്ഥത്തിൽ അത് ദൈവികമായി വ്യാഖ്യാനിക്കുമ്പോൾ അത് വലിയ ഒത്തിരി ഉൾ അർത്ഥങ്ങളുണ്ട്. പക്ഷെ അത് വാച്യാർത്ഥത്തിലും അത് സത്യമാകാറുണ്ട്. അങ്ങനെ അച്ഛന്റെ ചില ക്ലാസ്സുകളിലൊക്കെയാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുക. ഈശോ അത് പരിഹാസ്യമായിട്ട് പറഞ്ഞാണെന്നൊക്കെ അച്ഛനിലൂടെയാണ് എനിക്ക് പോലും ഞാൻ ചിന്തിക്കുകയും ചെയ്തത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ ഉപമയുടെ ആ വിശദീകരണത്തില് വാച്യാർത്ഥത്തിൽ പറയുമ്പോൾ അത് വലിയ ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആന്തരികമായ അർത്ഥം പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. അച്ഛൻ പറഞ്ഞ വളരെ പവർഫുൾ ആണ്. പക്ഷെ അതൊന്നും ആ വിധത്തിൽ ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരനും ഉണ്ടാകത്തില്ല. ഇപ്പൊ ഇതുപോലെ വ്യാഖ്യാനം പറയുമ്പോൾ ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ ചിന്തിക്കണം. അപ്പോ വാച്യാർത്ഥത്തിൽ പറഞ്ഞ അധാർമിക സമ്പത്ത് അതിലൂടെ നല്ല മനുഷ്യരെ സ്നേഹിതരെ സമ്പാദിക്കുക എന്ന് പറയുമ്പോഴും നേരത്തെ അച്ഛൻ പറഞ്ഞ അതേ കാര്യം, അതായത് കൗശലപൂർവ്വം പ്രവർത്തിച്ചതിന് പ്രശംസിച്ചു എന്ന് പറഞ്ഞ കാര്യമൊക്കെ വാച്യാർത്ഥത്തിൽ അതിൽ ഒരു മിസ്മാച്ച് വരുന്നില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സുവിശേഷം മൊത്തത്തിൽ വാച്യാർത്ഥത്തിൽ എടുക്കാനുള്ളതല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം വാച്യാർത്ഥത്തിൽ എടുക്കാനുള്ളതല്ല. നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ പോലും പല കാര്യങ്ങളും നമ്മൾ വാച്യാർത്ഥത്തിൽ എടുക്കാറില്ല. അതായത് അമ്മ 10ാം ക്ലാസ് ആകുമ്പോഴത്തേനും ഇവൻ തോക്കൂന്ന് ഉറപ്പായപ്പോ അമ്മ പറയാണ്, നിന്റെ കാര്യം ഓർക്കുമ്പോ എന്റെ നെഞ്ച് തീയാണ് മകനെ എന്ന് പറയാന്ന് വിചാരിച്ചു. നമ്മൾ ആരെങ്കിലും അത് വാച്യാർത്ഥത്തിൽ എടുക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് കാപ്പി ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ തല തല്ലി വിളിക്കും. കാരണം അത് വാച്യാർത്ഥം എടുക്കാനേ പറ്റില്ല. നമ്മൾ സംസാരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെയുണ്ട്, വാച്യാർത്ഥമേ അല്ലാതിനുള്ളത്. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വാച്യാർത്ഥം എന്ന് പറയുന്നത് ഒരു പടി കൂടെ മുകളിലാണ്. ഇന്ന് ഞാൻ സംസാരിച്ച വിധത്തിൽ അതിനെ മനസ്സിലാക്കുന്നതാണ് വാച്യാർത്ഥം. അതാണ് വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ ആ കഥയുടെ കോമൺ ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, നേരിട്ടുള്ള അർത്ഥമാണിത്. ഇനി ഇതിന് വ്യംഗ്യാർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ഈ ജീവിതം അത് സഭാത്മക ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതായത് സഭയുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന വിഷയമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ സഭയിൽ ഉണ്ടാകേണ്ട പങ്കുവയ്പ്, സഭയിൽ ഉണ്ടാകേണ്ട സ്വയം ശൂന്യവൽക്കരണം, ഇങ്ങനെ തുടങ്ങുന്ന എക്ലേസിയോളജിക്കൽ മീനിങ്ങുകൾ ഇതിന്റെ മുകളിൽ പോകാനുള്ളതാണ്. ശരിക്കും ഞാനിപ്പോ സംസാരിച്ചത് വാച്യാർത്ഥമാണ്. മറ്റേതെന്ന് പറയുമ്പോൾ എന്താണ്, അക്ഷരാർത്ഥം എന്ന് പറയുന്നതിന്റെയും താഴെയുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്കുകളെ അങ്ങനെ തന്നെ വിഴുങ്ങുന്നു എന്നുള്ളതാണ്
അതെ, അത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ ഈ വ്യാഖ്യാനം ഇപ്പൊ അച്ഛൻ പറഞ്ഞ വ്യാഖ്യാനം പറയുവാണെങ്കിൽ അപ്പൊ ഒരു പ്രൈവറ്റ് റെവല്യൂഷനുമായിട്ട് ഒരു ഇതിനൊന്ന് താരതമ്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വചന പ്രഘോഷകൻ ഇങ്ങനെ പറയുവാണ്, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് എനിക്ക് ബോധ്യത്തിൽ എത്തിയത് എന്നുള്ള വെച്ച് പറയുമ്പോൾ നമ്മൾ അത് അംഗീകരിക്കേണ്ടതല്ലേ? കാരണം അത് പറയുമ്പോൾ നമുക്ക് ആത്മാവിൽ ഒരു നിർവൃതി, ഒരു എന്താ പറയാ, ജ്വലനം ഉണ്ടാകുന്നു, അത് എന്റെ ഫലം സംഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ പ്രൈവറ്റ് റെവലേഷനിൽ കിട്ടിയ വ്യാഖ്യാനവും അത് അംഗീകരിക്കേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒന്നാമത് പ്രൈവറ്റ് റെവലേഷൻ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. പ്രൈവറ്റ് റെവലേഷൻ എന്ന് പറയാൻ പറ്റുമോ, പകരം ആൾക്കുണ്ടായ ആത്മീയ ജ്ഞാനമെന്നോ ബോധ്യമെന്നോ പറയാം, അല്ലെ? അങ്ങനെ ആൾക്ക് അങ്ങനെ ഒരു വ്യാഖ്യാനം തോന്നുന്നു. ഈ വ്യാഖ്യാനം ആ ആൾക്ക് പറയുന്നത് എപ്പോൾ ശരിയാകും എപ്പോൾ ശരിയാവില്ല എന്നുള്ള മാനദണ്ഡമാണല്ലോ നമുക്ക് വേണ്ടത്. അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്ന ഇതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ആ വ്യാഖ്യാനം സഭയുടെ വ്യാഖ്യാന പാരമ്പര്യത്തോട് ചേർന്ന് പോകണം. അതായത് എക്സജറ്റിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സഭാപിതാക്കന്മാർ ആദിമകാലം മുതൽ വ്യാഖ്യാനിച്ചു വന്നിരുന്ന വഴികളിലൂടെ ആയിരിക്കണം അത് പോകേണ്ടത്. അതിന് വിരുദ്ധമാകാൻ പാടില്ല. ഞാൻ ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, സോറി. അത് എന്റെ ഒരു അനുഭവം കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ അത് എനിക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഞാൻ ആദ്യകാലങ്ങളിൽ വചനം പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിച്ച സമയത്ത് ഞാൻ ഒരു കാറ് ഒരു സ്ഥലത്തിട്ട് ധ്യാനിച്ചാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ എനിക്ക് കിട്ടിയത് 25-ാം അധ്യായയുടെ സുവിശേഷം 25-ാം അധ്യായമാണ്. അവിടെ എന്ത് സംഭവിച്ചു? ഞാൻ നഗ്നനായി വന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഇങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ കർത്താവ്, ഇത് എങ്ങനെയാ ഞാൻ ഇത് വ്യാഖ്യാനിച്ച് പറയാം, എന്ത് പറയും എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ കാറിന്റെ മുമ്പിൽ കൂടി ഒരു സ്ത്രീ കടന്നുപോയി. ആ സ്ത്രീ അല്പം മാത്രം വസ്ത്രം ധരിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു ബോധ്യം വരുവാണ്, ഞാൻ നഗ്നയായി വന്നു, നീ എന്നെ ഉടുപ്പിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലരെയും കാണുമ്പോൾ അവരുടെ നഗ്നത നമുക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും? ഈശോയെ, ഈ മകളെ കാണുന്ന വ്യക്തികളുടെ കണ്ണുകളെ നീ അന്ധമാക്കി, ആ മകളുടെ അത് തെറ്റായി വരാൻ ഇടയാകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ നഗ്നത മറക്കുകയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞിട്ടും എല്ലാ ആത്മീയ വിധത്തിലുള്ള, അതായത് ദരിദ്രനായിരുന്നു, ആത്മാവിൽ ദരിദ്രമായിട്ടുള്ള വ്യക്തിക്ക് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൊ അത് ഒരു വ്യാഖ്യാനം ഞാൻ അന്ന് കൊടുത്തു. അപ്പൊ അതിനെക്കുറിച്ചും കൂടി അതിനെക്കുറിച്ച് പറയാവുന്നത്, അതായത് വ്യാഖ്യാനങ്ങൾ സാധാരണഗതി രണ്ട് വഴിയിലേക്ക് പോകാം. ഒന്ന് എക്സജസിസ് എന്നും രണ്ടാമത്തേത് ഐസജസിസ് എന്നും പറയും. എക്സജസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വ്യാഖ്യാനം. അതായത് ആ ടെക്സ്റ്റിന്റെ അർത്ഥം എന്താണ് എന്ന് ആ ടെക്സ്റ്റിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുന്നതാണ് എക്സജസിസ് അഥവാ വ്യാഖ്യാനം എന്ന്. മറ്റേ ഐസജസിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കൺവേ ചെയ്യേണ്ട ഒരു ആശയത്തെ ഞാൻ ഇതിനകത്തേക്ക് അടിച്ചേൽപ്പിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് കള്ളുകൂടി എനിക്ക് ന്യായീകരിക്കണം, ഉടനെ അതിനുവേണ്ടി ഞാൻ ബൈബിളിൽ ടെക്സ്റ്റ് എടുത്തിട്ട് ഈശോ വെള്ളം വീഞ്ഞാക്കി അതുകൊണ്ട് മദ്യപിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ എന്റെ ഒരു ഉദ്ദേശത്തെ, എന്റെ ഒരു ദുരുദ്ദേശത്തെയോ ഞാൻ ഒരു വിശുദ്ധഗ്രന്ഥത്തിൽ ആരോപിക്കുന്നതാണ് എക്സജസിസ്. ഇവിടെ ഇതിനകത്ത് രണ്ടും അല്ല നടന്നത്. ഞാനിത് പെട്ടെന്ന് ആദ്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് പറഞ്ഞതിനകത്ത് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിന് പല തലങ്ങളുണ്ട്. ആദ്യത്തെ തലം എന്ന് പറയുന്നത് അതിന്റെ വാച്യാർത്ഥമാണ്. രണ്ടാമത്തേത് അതിന്റെ ആധ്യാത്മിക അർത്ഥമാണ്. മൂന്നാമത്തേത് ധാർമ്മിക അർത്ഥമാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം വരുന്ന ഒരു കാര്യമാണ് സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്ന ഒരു കാര്യം. സ്പിരിച്വൽ മീനിങ് അത് ആധ്യാത്മിക അർത്ഥം. അതായത് അതിനെ എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു സ്പിരിച്വൽ ഗൈഡൻസിനോ അല്ലെങ്കിൽ ഒരാളെ ഉപദേശിക്കുന്നതിനോ ഒക്കെ വിശുദ്ധ ഗ്രന്ഥത്തെ തെറ്റില്ലാതെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അത് സാമൂഹിക ജീവിതത്തിന്റെ കോണ്ടെക്സ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യാം. ഇനി അങ്ങനെ അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്, ഈ സഭയുടെ എക്സജറ്റിക്കൽ ട്രഡീഷന്റെ അകത്ത് നിന്നുകൊണ്ട് വേണം അത് അപ്ലൈ ചെയ്യാൻ. അതിന് പുറത്തു പോകാൻ പാടില്ല. നാളിതുവരെ ഒരിക്കലും സഭാപിതാക്കന്മാർ ഉദ്ദേശിച്ചിട്ടേ ഇല്ലാത്ത, സുവിശേഷകാരന്മാർ ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ഒരു കാര്യത്തെ എടുത്തിട്ട്, അല്ലെങ്കിൽ നാളിതുവരെ സഭ ഒരിക്കലും ആ വഴിക്ക് പഠിപ്പിച്ചിട്ടേ ഇല്ലാത്ത ഒരു കാര്യത്തെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അതിന് അത്ര പ്രശ്നമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു നഗ്നത അതും ഒരു ധാർമ്മിക നിലപാടിന്റെ വിഷയമാണ്, വിശുദ്ധഗ്രന്ഥത്തിന്റെ ഒരു ഭാഗമാണ്, കണക്ട് ചെയ്ത്. അപ്പൊ അതിന്റെ ഏറ്റവും ലോവർ എൻഡിൽ അതൊക്കെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സമഗ്ര ചൈതന്യത്തോട്, സമഗ്ര ആശയത്തോട് അത് വിരുദ്ധമാകാൻ പാടില്ല, അതിനെ ഡിനൈ ചെയ്യാൻ പാടില്ല, അതിനെതിരെ നിൽക്കാൻ പാടില്ല. മൂന്നാമത്തേത്, ഈശോയുടെ വ്യക്തിത്വത്തെയും ഈശോ കേന്ദ്രീകൃതമായ പ്രബോധനങ്ങൾക്കും അത് കലാപം പാടില്ല. അടുത്തത്, രക്ഷാചരിത്രത്തിന്റെ ആ സമഗ്രതയുടെ ഒഴുക്കിലെ അത് വ്യതിചലിപ്പിക്കാൻ പാടില്ല, അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. സഭയുടെ നാളിതുവരെയുള്ള പ്രബോധനങ്ങളെ അത് കോൺട്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങുന്ന, ഞാനിതെല്ലാം പാടില്ല എന്നാ പറഞ്ഞത്, പക്ഷെ അതിന് മറുവശമാണ് എടുക്കേണ്ടത്. അതിനോട് ചേർന്ന് പോകണം.
ഇതിനോട് ചേർന്ന് പോകണം, ആ പാരമ്പര്യത്തിൽ നിൽക്കണം എന്നാണ്. ഇതിലൂടെയാണ് പരിശുദ്ധാത്മാവിന്റെ ശരിയായ വ്യാഖ്യാനം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വ്യാഖ്യാനത്തിനാണ് പ്രാഥമിക സ്ഥാനമുള്ളത്. ഉദാഹരണത്തിന്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്ന് പറയുമ്പോൾ നഗ്നത എന്ന് പറയുന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അർത്ഥമാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഇതാണ് സ്ക്രിപ്ചറൽ മീനിങ്, ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞത്. അപ്പം നഗ്നത എന്നുള്ള വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ പലപ്പോഴും പാപം എന്ന് പറഞ്ഞ പാപം വരുത്തി വയ്ക്കുന്ന ലജ്ജയുമായി ബന്ധപ്പെട്ടതായിരിക്കും. അത് ആദിമ മാതാപിതാക്കളുടെ ലജ്ജയുമായി അവര് നഗ്നരായിട്ട് തിരിച്ചറിഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങിയിട്ട് നഗ്നത എന്ന വാക്ക് ഒത്തിരി സ്ഥലത്ത് ആവർത്തിക്കപ്പെടുന്നുണ്ടാവും. അപ്പൊ അത് ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ, ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതിന് സൂചിപ്പിക്കാൻ, തന്റെ തന്നെ തിന്മ ഒരാളെ കുറ്റപ്പെടുന്നതിന് സൂചിപ്പിക്കാൻ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ഇതൊക്കെയാണ് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഇദ്ദേഹം പറഞ്ഞ കാര്യത്തോട് കൂടി പറയുന്നതിനകത്ത് ഒരു സ്പിരിച്വൽ എക്സോർട്ടേഷനകത്ത് കുഴപ്പമില്ല. പക്ഷെ അത് വിട്ട് കളഞ്ഞിട്ട് ഇത് മാത്രം പറയുമ്പം അത് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാന്ന് മാത്രമല്ല, അത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രബോധനത്തോട് 100% വിശ്വസ്ത പുലർത്തത്തുമില്ല. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ അത് ഓക്കെ ആവുകയും ചെയ്യും. ഇതാണ് എന്ന് പറഞ്ഞ ശേഷം ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാവുന്ന പ്രായോഗികമായ ഒരു കാര്യം കൂടിയുണ്ട്. അത് നമുക്ക് നമ്മുടേതായിട്ട് കൂട്ടിച്ചേർക്കാം. അത് ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കോളൂ, നഗ്നനായിരുന്നതിനെ ഉടുപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ശരിക്കും നഗ്ന അല്ലെങ്കിൽ പോലും ആ നഗ്നയായി കാണുന്ന ഒരാളുടെ കാഴ്ചപ്പാടിനെ ഉടുപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഖലയിലെ തിന്മയെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കാം. അത് തിന്മയല്ല, തെറ്റല്ല, പക്ഷേ അത് മാത്രമാകാൻ പാടില്ല താനും. അത് ഇനി അതും ചെയ്യുമ്പോൾ പബ്ലിക് ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യാനാണ് അത് ആഹ്വാനം ചെയ്യപ്പെടാൻ പാടുള്ളൂ. ഒരാളോട് പറയാം, നമ്മളൊരു വേദിയിൽ നിന്ന് പറയുന്നത് ചിലപ്പോൾ ഉചിതമാകത്തുമില്ല. കാരണം പബ്ലിക്കിനോട് കൊടുക്കുന്നത് പ്രബോധനമാണ്, ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് സാരോപദേശമായിരിക്കും. അച്ഛൻ പറഞ്ഞ ക്ലാസ്സിലെ അച്ഛൻ ഇന്ന് നടത്തിയ ക്ലാസ്സില് സ്ത്രീ പുരുഷ സമത്വം ആദിമ നൂറ്റാണ്ട് തുടങ്ങി തന്നെ പൗലോസ് ലീഹ തന്റെ പ്രബോധനങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇതിനോട് ബന്ധപ്പെടുത്തി ഇതെങ്ങനെ മനസ്സിലാക്കണ്ടേന്നാണ് എന്റെ ചോദ്യം. അതായത് കൊറിന്തോസ്യർ എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 34 തുടങ്ങി 36 വരെ, വിശുദ്ധരുടെ എല്ലാ സഭകളിലും പതിവുള്ളതുപോലെ സമ്മേളനങ്ങളിൽ സ്ത്രീകൾ മൗനമായിരിക്കണം. സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല. നിയമം അനുശാസിക്കുന്നത് പോലെ അവർ വിധേയത്വമുള്ളവരായിരിക്കട്ടെ. അവർ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സഭയിൽ സംസാരിക്കുന്നത് സ്ത്രീക്ക് ഉചിതമല്ല. നിങ്ങളിൽ നിന്നാണോ ദൈവവചനത്തിന്റെ ഉത്ഭവം, അതോ ദൈവവചനം സ്വീകരിക്കാൻ സാധിച്ചത് നിങ്ങൾക്ക് മാത്രമാണോ? നല്ല ചോദ്യമാണേ. ഇത് ഞാൻ മുമ്പ് പറഞ്ഞതിന്റെ കുറച്ചുകൂടെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വെർഷനാണ് ഇത്. എന്ന് വെച്ചാൽ സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, മിണ്ടിപ്പോകരുത്, നിങ്ങളിൽ നിന്നാണോ ദൈവവചനത്തിന് ഉത്ഭവം, അതുകൊണ്ട് മിണ്ടാതിരിക്കണം, മിണ്ട പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയിരുന്നിട്ട് ഭർത്താവിനോട് ചോദിച്ച് പഠിച്ചോണം എന്നൊക്കെ പറയുകയാണ്. അതേ പൗലോസ്ലീഹ തന്നെയാണ് മറുവശത്ത് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഭാഗത്ത് സംസാരിക്കുന്നത്. സ്ത്രീയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും ആദരവോടെ സംസാരിക്കുന്നത് ഒക്കെ നമ്മൾ പൗലോസ്ലീഹയിലൂടെ കാണും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീ പുരുഷ മഹത്വത്തിന്റെ കാര്യത്തിലുള്ള മഹത്വത്തിന്റെ ദൗത്യത്തിന്റെ സമത്വമല്ല, രണ്ടാണ്. അത് പിന്നീട് സമയത്ത് ഞാൻ പറയാം. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രബോധനം. ഇനി ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാല്, ഈ സ്ക്രിപ്ചറൽ ഹിസ്റ്റോറിയൻസ്, വിശുദ്ധ ഗ്രന്ഥ ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം ഇവിടെ വളരെ കൃത്യമായി ആപ്ലിക്കബിൾ ആണ്. ഈ കോണ്ടെക്സ്റ്റ് പൗലോസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്? ഇതൊരു ശാസനയാണ് അല്ലെ, ഒരു വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യം പറയാണ്. എന്തുകൊണ്ടാണ് വഴക്ക് പറയേണ്ടി വരുന്നത് എന്നാണ്. അപ്പൊ അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കരുതപ്പെടുന്നത്, അഥവാ ബൈബിൾ ചരിത്ര പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ ആദിമ സഭ വളർന്നു. സഭയിലേക്ക് പലതരത്തിലുള്ള ആളുകൾ മാമോദിസ സ്വീകരിച്ച് പ്രവേശിച്ചു. അതേക്കൂട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു, പാപികളുണ്ടായിരുന്നു, ധനവാന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. സ്വാഭാവികമായി നാളുകൾ കഴിഞ്ഞപ്പോൾ യഹൂദ സംസ്കാരത്തിനകത്ത് പുരുഷന്മാർക്കാണ് ആധിപത്യമുള്ളൂ, സ്ത്രീകൾക്ക് ഒരു സ്ഥാനമില്ല. എന്നാൽ കത്തോലിക്ക സഭയിലേക്ക് വന്നപ്പം സ്ത്രീകൾക്ക് ധാരാളം സാധ്യതകൾ, സ്ത്രീഹന്മാരുടെ കൂടെ ഇവർ നടക്കുന്നു, അവര് പള്ളിയിലെ പല കാര്യങ്ങളും നോക്കുന്നു. സ്ത്രീകളായ ഡീക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു, അവരുടെ ഭവനങ്ങളിലാണ് നടന്നിരുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ കാണും.
അപ്പോൾ സ്ത്രീകൾക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് അന്നത്തെ കാലത്ത് മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത പങ്കാളിത്തവും പ്രാധാന്യവും സ്ത്രീകൾക്ക് സഭയ്ക്കകത്തുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോഴത്തേനും ചില ഭക്ത സ്ത്രീകൾ അവർ വല്ലാതെ ആധിപത്യം പുലർത്താൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ സഭാ നേതൃത്വത്തെയോ അവിടെ ഉണ്ടായിരുന്ന വൈദികരെയോ മെത്രാന്മാരെയോ ആദരിക്കാതെ അവരിൽ തന്നെ ചിലർ നേതാക്കന്മാരാകാനും എന്റെ വീട്ടിൽ നടക്കുന്ന സഭ ഞാനാണ് കൊണ്ടു നടക്കുന്നത് എന്ന മട്ടിൽ പെരുമാറാനും അങ്ങനെ അവര് പരിധി വിട്ട അധികാരം ഉപയോഗിക്കാനും തുടങ്ങി. അങ്ങനെ തുടങ്ങിയതിനെ കുറിച്ചുണ്ടായ പരാതികളോട് മറുപടിയായി പൗലോസ് കൊടുക്കുന്ന അവർക്ക് മാത്രം കൊടുക്കുന്ന ശാസനയാണ് അത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പെരുമാറിയ, അതായത് പൗലോസ്ലീഹ അഭിഷേകം ചെയ്ത് അയച്ച മെത്രാന്മാരെയോ വൈദികരെയോ ഒന്നും മാനിക്കാതെ അവരുടെ മേൽ അധികാരം എടുക്കുന്ന പരിധി വരെ സകല സീമകളിൽ ലംഘിച്ച് കടന്നുപോയ ചില സ്ത്രീകളെ പൗലോസ്ലീഹ പേഴ്സണലായിട്ട്, കാരണം ഇത് രണ്ടും അവർക്ക് രണ്ടുപേർക്കും അറിയാം, പൗലോസ്ലീഹയ്ക്കും അറിയാം, അത് വായിക്കുന്ന കൊറിന്തോസിലെ സഭയ്ക്കും അറിയാം. അപ്പൊ അവർ രണ്ടുപേർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവരെ ശാസിക്കുന്നതാണ്. അപ്പൊ ചില കാര്യങ്ങൾ ശാസിക്കുക വെച്ചാൽ നമ്മൾ കുറച്ച് എക്സ്ട്രീമിൽ ശാസിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് കൊച്ചു കത്തി എടുക്കുന്നു, ഒരു പ്രാവശ്യം എടുത്തു, രണ്ടു പ്രാവശ്യം എടുത്തു, കൈമുറിക്കല് എന്നൊക്കെ പറഞ്ഞ് അവസാനം പറയും ഇനി പ്രദേശത്ത് തോന്നുന്നത് തോട്ടുപോകരുത്, കത്തിയുടെ അടുത്തുറ പോയെന്നാണ് തലതല്ലി വിളിക്കും എന്നൊക്കെ അമ്മ വഴക്ക് പറയാമെന്ന് വിചാരിച്ചു. അപ്പം കത്തിയുടെ അടുത്തുറ പോയെന്തിനാ തലതല്ലി വിളിക്കുന്നത് എന്നായിരിക്കും നമുക്ക് ചോദിക്കാൻ തോന്നുന്നത്. പക്ഷെ ഇത് ഒരു ശാസനയുടെ ഒരു എക്സ്ട്രീമാണ്. അത്രമാത്രം പോയി കർശനമായി ഞാൻ ശാസിക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അത് സകലർക്കും വേണ്ടിയുള്ളതല്ല താനും. ഇത് മനസ്സിലാക്കാൻ എന്താ എളുപ്പം? ഇതേ ലേഖനങ്ങളുടെ അവസാനമെല്ലാം ഓരോ സ്ത്രീകളുടെ പേര് പറഞ്ഞ് അവർ ചെയ്ത നന്മയ്ക്ക് അവരുടെ അഭിനന്ദനം പറയണം, അവരോട് എന്റെ ആശംസ അറിയിക്കണം, ഞാൻ വരുമ്പോ കണ്ടോളാം, അവരൊത്തിരി നന്മ ചെയ്തു എന്നൊക്കെ അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പൗരോഹിത്യത്തെ, അതായത് മിശിഹായുടെ സാദൃശ്യത്തിൽ പുരുഷന്മാർ സ്വീകരിച്ചിരുന്ന പൗരോഹിത്യത്തെ ചലഞ്ച് ചെയ്ത ആളുകളോടാണ് പൗലോസ്ലീഹ ഇത് പറയുന്നത് എന്നാണ് വിശുദ്ധ ഗ്രന്ഥ ഹിസ്റ്റോറിയൻസ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. അത് തന്നെയായിരിക്കും അതിന്റെ ശരിയായ കാരണവും എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛ, എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ 2 സാമുവേലില് 24-ാം അധ്യായത്തില് ദാവീദ് ജനസംഖ്യ എടുക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആദ്യത്തെ 1-ാമത്തെ വചനം പറയുന്നത്, കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു, അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അച്ചോ. അപ്പൊ ഇതേ ഭാഗം നമുക്ക് 2 ദിനവൃത്താന്തത്തില് നമ്മൾ വായിക്കുമ്പോൾ, 14 നമ്മൾ വായിക്കുമ്പോൾ പിന്നെ സാത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു എന്നാണ് ഉള്ളത്. അപ്പം നമ്മള് ഒരേ കോണ്ടെക്സ്റ്റില് ഒരു 2 വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ എടുക്കേണ്ടത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത്. സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ഇതിനകത്ത് ഒത്തിരി ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇവിടുത്തെ ഈ കാര്യം പറഞ്ഞാല് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ടായിരുന്ന വലിയൊരു ഒരു ആശയം, ഒരു വീക്ഷണം, അതായത് ദൈവത്തിൻ്റെതാണ് ജനമാണ് ശക്തി. അപ്പൊ ദൈവത്തിന്റെയാണ് ജനം, ദൈവമാണ് അതിന്റെ ഉടമസ്ഥൻ, അതിന് മനുഷ്യൻ അളന്ന് തിട്ടപ്പെടുത്തി ശക്തി നോക്കേണ്ടതില്ല എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ സെൻസസ് എടുക്കുന്നത് തെറ്റായിട്ടാണ്. ദൈവത്തിന്റെ ജനത്തെ അളന്നു നോക്കാൻ, എണ്ണി നോക്കാൻ നീ ആരാണ് എന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ടാണ് അവര് ജനസംഖ്യ എടുക്കൽ ദൈവത്തിന് പ്രീതികരമല്ല എന്ന് അവർക്കറിയാമായിരുന്നു. അപ്പം യഹൂദരുടെ പശ്ചാത്തലത്തിൽ ദാവീദിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചു. ദാവീദ് തന്റെ പ്രജകൾക്ക് എത്ര എണ്ണമുണ്ട് എന്ന് അറിയാൻ വേണ്ടി അവർ എണ്ണി നോക്കാനൊക്കെ തീരുമാനിച്ചു. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്നു, ദൈവത്തിന്റെ ശക്തിയുടെ അപ്പുറത്ത് ആൾബലത്തിൽ അഭിനമിക്കുന്നു, അത് ഒക്കെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതൊക്കെ അവന്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ എന്ന് തുടങ്ങുന്ന വിധത്തിലൊക്കെയാണ് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് തിയോളജി ആ ജനം ഇതിനെ മനസ്സിലാക്കിയത്. അപ്പൊ അതിനെക്കുറിച്ച് പല വിധത്തിൽ എഴുതുമ്പോഴും ആശയം ഒന്ന് തന്നെയാണ്. സാത്താൻ പ്രേരിപ്പിച്ചതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്, അവൻ ചെയ്ത് തിന്മയാണ് എന്ന് അവതരിപ്പിക്കുന്നു. അതുപോലെ പല വിധത്തിൽ ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ജനസംഖ്യ എടുക്കുന്നത് ഒരു തെറ്റായിട്ട്, ദൈവത്തിനെതിരെയുള്ള തെറ്റായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിപാലനയെ മറികടന്നുള്ള ഒരു പ്രവൃത്തിയായിട്ട് അവർ കരുതിയിരുന്നു. സെൻസസ് ഒരു പാപമാണെന്നല്ല നമുക്ക് ഇന്നറിയാം. പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ അന്ന് അവര് അതങ്ങനെ അളന്നു കൂടിയോ കുറഞ്ഞോ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്ന മട്ടിൽ അവർ കരുതിയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതിനകത്ത് വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് പല ഭാഗങ്ങളിൽ ഈ പരാമർശം നടക്കും. അപ്പൊ ചിലതൊക്കെ ഈ നടന്ന ചില സംഭവങ്ങളെ പല വിധത്തിൽ കമന്റ് ചെയ്യുന്നതാണ് വിശുദ്ധ ഗ്രന്ഥകാരന്മാർ. അപ്പൊ അവർക്ക് ആ കോണ്ടെക്സ്റ്റിൽ പറയേണ്ട എംഫസിസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ സംഭവത്തെ ചിലപ്പോൾ അത് സാത്താൻ പ്രേരിപ്പിച്ചിട്ടാണ് സൈറ്റാനിക് ആക്ട്
എന്ന മട്ടിൽ അതിനെ കേഴ്സ് ചെയ്തുകൊണ്ടൊക്കെ പറയുന്നതാണ്. അപ്പം ഫാക്ട് ഇത്രയേ ഉള്ളൂ. ദാവീദ് സെൻസസ് എടുത്തു, അല്ലെങ്കിൽ രാജാക്കന്മാര് പലരും സെൻസസ് എടുത്തു. അത് ദൈവത്തിന് പ്രീതികരമായിരുന്നില്ല എന്ന് അവരുടെ അനുഭവത്തിലൂടെ അവർ തിരിച്ചറിഞ്ഞു. അവരുടെ നിലപാടും അവരുടെ കാഴ്ചപ്പാടും അവരുടെ ദൈവശാസ്ത്രവും അനുസരിച്ച് ഈ ജനസംഖ്യ എടുക്കുന്നത് മനുഷ്യൻ ചെയ്യാൻ പാടില്ല, ദൈവത്തിന്റെ ജനമാണ്, അത് ദൈവം എണ്ണിയാൽ മതി എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ആൾ രാജാവ് ചെയ്ത പ്രവൃത്തി അപലപിക്കുന്നതാണ്. എനിക്ക് ഒരു ചോദ്യങ്ങളുണ്ട്, ചോദിച്ചോട്ടെ? അച്ഛാ, നമ്മള് വീണ്ടും നമ്മൾ എക്സോഡസ് 4-ാം അധ്യായത്തില് 24-ാം വചനത്തില് നമ്മൾ കാണുന്നുണ്ട് മോശയെ ദൈവം വധിക്കാൻ ഒരുങ്ങിയെന്ന്. അപ്പൊ നമ്മൾ ആ ഒരു ലിറ്ററൽ സെൻസിൽ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാം ആ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മോശ ഈ ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുന്നതും ഒരുപക്ഷെ മാതാപിതാക്കള് സമ്മതിക്കാനായിട്ടാണോ എന്താണ്, അതോ ഇനിയിപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ വിശുദ്ധ ഗ്രന്ഥകാരന്മാർക്ക് തോന്നിയത് എഴുതിയതായിരിക്കും എന്നറിയില്ല. അതായത് മോശ യാത്രാമധ്യേ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാൻ ഒരുങ്ങിയെന്ന്. അപ്പൊ ദൈവപുരുഷനായിട്ടുള്ള നമ്മുടെ ഈജിപ്തിലേക്ക് നമ്മൾ ഇസ്രായേൽക്കാരെ അയക്കുവാനായിട്ടുള്ള ഒരാളെ അങ്ങനെ ദൈവം വധിക്കാൻ ഒരുങ്ങി എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു തിയോളജിക്കൽ സെൻസ് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതൊക്കെ പിന്നീട് നരേറ്റ് ചെയ്യപ്പെടുന്നതിനകത്ത് ഒരുപക്ഷെ അവരങ്ങനെ തന്നെ കണ്ടിട്ടുണ്ടാവും. മോശയ്ക്ക് എന്തെങ്കിലും വളരെ ഗൗരവമായ ഒരു അപകടം വന്നിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ രോഗബാധിതനായതുപോലും ആകും കേട്ടോ. അങ്ങനെ ഏത് തരത്തിൽ വേണേലും ആകാം. എന്തായിരുന്നാലും അതിന്റെ സന്ദേശം ഇതാണ്: എത്ര തെരഞ്ഞെടുക്കപ്പെട്ടവനാണേലും എത്ര വലിയവനാണെങ്കിലും ദൈവഹിതത്തിന് വിധേയപ്പെടാതിരിക്കുന്നെങ്കിൽ ദൈവം അവനെ നിഷ്കാസനം ചെയ്യും എന്ന കർശനമായ താക്കീതാണ് ദൈവജനത്തിന് ദൈവം കൊടുത്തിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാര് അവരെല്ലാത്തിനോടും മറുതലിക്കുന്നവരൊക്കെ ആയിരിക്കുമ്പം അവരെയൊക്കെ കർത്താവ് ശാസിക്കുകയും തിരുത്തുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരനുഭവിച്ചു, അവരെ മെരിക്കാൻ വേണ്ടി. അപ്പൊ അത് ദൈവ പരിപാലനയാണ്. അപ്പം അതുകൊണ്ട് അതിന്റെ ഭാഗമാണ് അവർ ചില സർപ്പദംശനമേറ്റും മരിക്കുന്നു, പിന്നെ സർപ്പം നോക്കി അതിൽ രക്ഷ പ്രാപിക്കുന്നു, തെറ്റിന് ശിക്ഷ കൊടുക്കുന്നു. പഴയ നിയമത്തിലെ ദൈവത്തെ വിശുദ്ധഗ്രന്ഥകാരന്മാർ അവതരിപ്പിക്കുന്നത് തെറ്റിന് അപ്പൊ തന്നെ പാടത്ത് ഇതിന് വരമ്പത്ത് കൂലി എന്നൊക്കെ പറഞ്ഞ പോലെ കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ്. അപ്പൊ അത് ശരിക്കും ദൈവം അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, അവരനുഭവിക്കുന്ന അവരുടെ അകൃത്യങ്ങൾക്ക് അവർ മേടിച്ചു കെട്ടുന്ന പ്രതിഫലങ്ങളെ ദൈവം കൊടുത്തു എന്ന് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ശരിക്കും മരണം വരെ കാത്തിരിക്കുന്നവൻ തന്നെയാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഈ ധാർമ്മികതയുടെ നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കെ നമുക്കിത് മനസ്സിലാക്കണം. പക്ഷെ നിത്യജീവിതത്തെ കുറിച്ചൊന്നും അറിയാത്ത ഒരാൾക്ക് തെറ്റിന് എന്താ ശിക്ഷ എന്ന് വെച്ചാൽ നിനക്ക് ഇപ്പൊ തല്ല് കിട്ടും അല്ലെ? നമ്മൾ ചെറിയ കൊച്ചിനോട് പറയുന്നത് അങ്ങനെയല്ലേ? ഒരു ചെറിയ കൊച്ചു മോഷ്ടിച്ചിട്ട് വന്ന, ഒരു 3 വയസ്സുള്ള കൊച്ചു മോഷ്ടിച്ചിട്ട് വന്ന നമ്മൾ അവനോട് മോഷണത്തിന്റെ ധാർമ്മികവശമൊന്നും അല്ല പറയുക, അടി കിട്ടും എന്റെ എന്നാണ് പറയുക, അടി കിട്ടുന്നത്. എന്ന പോലെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ശിക്ഷ എന്ന് പറയുന്ന കാര്യം കൊണ്ട് തന്നെയാണ് ദൈവം അവനെ ഭയപ്പെടുത്തിയിരുന്നത്. ഭയപ്പെടുത്തി ധാർമ്മികത പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതാണ് ദൈവം ഉപയോഗിച്ച സ്ട്രാറ്റജി. അപ്പൊ അതിനകത്ത് പറയാണ്, എത്ര വലിയവനാണെങ്കിലും ശരി, ശിക്ഷയിൽ നിന്നും ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും ആരും പുറത്തല്ല, ആർക്കും അങ്ങനെ പ്രത്യേകതയില്ല എന്ന് സൂചിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ ഹിസ്റ്റോറിക്കലി ദൈവം കൊല്ലാൻ ഒരുങ്ങിയോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പകരം തിന്മ ചെയ്യുന്ന എല്ലാവരോടും ദൈവം ഒരുപോലെ പ്രവർത്തിച്ചിരുന്നു, ദൈവത്തിന്റെ നീതി അത് ഈക്വൽ ആയിരുന്നു എന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കാം. അത് കൂടുതൽ പറയുന്നത് മറ്റു കോണ്ടെക്സ്റ്റുമായിട്ട് കൂട്ടിച്ചേർത്ത് വേണം പറയാനായിട്ട്. ഇപ്പൊ ചോദിച്ചതിന്റെ ആ ഭാഗം മാത്രം പറഞ്ഞു. ഞാന് നേരത്തെ ഞാൻ SMS അയച്ച ഒരു ചോദ്യം, എന്റെ ഏറ്റവും വലിയൊരു ചോദ്യത്തിന് ഉത്തരമാണ് അച്ഛൻ നേരത്തെ സ്ത്രീകളുടെ സമത്വമായിട്ട് പറഞ്ഞത്. അത് എനിക്ക് ഒരു ചോദ്യം കൂടെ ബാക്കി ഉണ്ടായിരുന്നു, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ അത് ഞാനൊന്ന് ചോദിച്ചോടെ? അതൊരു ചോദിച്ചു, എന്നിട്ട് നമുക്ക് അടുത്ത ആളുടെ ഒരു ചോദ്യത്തോടു കൂടെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അത് ബാക്കി അടുത്ത ക്ലാസ് ചോദിക്കാമല്ലോ. അതായത് നമ്മള് പരിശുദ്ധ പിതാവിന്റെ, അതായത് മാർപ്പാപ്പയുടെ സ്ഥാനവുമായിട്ട് സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പിന്നെ പെന്തക്കോസ്ത് സഹോദരനായിട്ട് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായപ്പോൾ എടുത്തു പറഞ്ഞ വചനം നമ്മുടെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ വിശുദ്ധ പൗലോസ് ലീഗ തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതൽ ഒന്നും ലഭിച്ചില്ല, പിന്നെ അവർ എന്താണെന്ന് ഞാൻ ഗൗനിക്കുന്നേ ഇല്ല എന്നൊക്കെയുള്ള ഒരു ഇതാണ് അവിടെ ഉള്ളത്. അപ്പം അത് നമ്മള് പിന്നെ വേറെ ആളിന്ന് കേൾക്കുമ്പോൾ നമ്മൾ അയ്യോ അതെന്തായിരിക്കും അങ്ങനെ പോലീസിലെ ഉദ്ദേശിച്ചത് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടെന്നുള്ളതാണ്. അപ്പം ഈ മാർപ്പാപ്പയുടെ സ്ഥാനമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഏത് ദൈവവചനമാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധത്തിന് ഏത് ഭാഗമാണ് നമുക്ക് പിന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ള ഒരു കാര്യം.
ഒന്നാമത്തെ കാര്യം, പ്രൊട്ടസ്റ്റന്റുകാർ ഉപയോഗിക്കുന്ന പോലെയല്ല നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ ഉപയോഗിക്കുന്നത്. ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ഭാഗം എന്നുള്ളതല്ല, സുവിശേഷത്തിന്റെയും വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും സമഗ്രതയിൽ നിന്നാണ് സഭാജീവിതം. അതിലെ ഓരോ കുഞ്ഞു കാര്യങ്ങളും അതിനോട് ബന്ധപ്പെടുത്തിയാണ്. അപ്പൊ നമുക്ക് ഇനി ഒരു വിശുദ്ധത്തിന്റെ ഒരു കാര്യം എടുത്തിട്ട് അതിവിടെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. ഉദാഹരണത്തിന് ഈ പറഞ്ഞതുപോലെ സ്വയം മേന്മ ഭാവിക്കുന്നവനെ കുറിച്ച് പറയുന്നു, എന്നിട്ട് ഉടനെ അത് മാർപ്പാപ്പയെ കുറിച്ച് പറയുന്നതാണെന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ശൈലിയാണ്. അവിടെ അങ്ങനെ വിശുദ്ധ ഗ്രന്ഥകാരനെ ഉദ്ദേശിച്ചിട്ടില്ല, തിരുസഭയെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഏത് കാര്യത്തെ എടുത്തിട്ട് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് റെഫർ ചെയ്യാന്നാണല്ലോ അതിന് പറയുന്നത്. അങ്ങനെ ഒരു രീതി വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിന് ഇല്ല. അത് ഒരു കാര്യത്തെക്കുറിച്ചില്ല. ഇപ്പൊ നമ്മൾ ഓർത്ത് നോക്കിയേ, ഏതെങ്കിലും ഒരു പുസ്തകത്തിനകത്ത് ഒരു വാചകം എടുത്തിട്ട് അത് നിന്നെ കുറിച്ചാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇനി പോസിറ്റീവായിട്ട് നേരിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നത് വ്യക്തമാണ്. ഇനി ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രാജാക്കന്മാരിൽ നിന്നോ പ്രഭുക്കന്മാരിൽ നിന്നൊന്നും എനിക്ക് വലിയ മെച്ചമൊന്നും കിട്ടിയില്ല എന്നുള്ള അർത്ഥമാണ് പൗലോസ്ലീഹ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുൻപിൽ വലിയവരായി കാണപ്പെട്ടവരെ പ്രീതിപ്പെടുത്തിയിട്ടൊന്നും ഞാനൊന്നും നേടാൻ ശ്രമിക്കുന്നൊന്നുമില്ല എന്നുള്ള മട്ടിലാണ് പൗലോസ്ലീഹ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ കാര്യം അങ്ങനെ പറയാനോട്ട് കഴിയുകയുമില്ല. ചിലപ്പോൾ അവർക്ക് പ്രശ്നക്കാർക്ക് പെട്ടെന്ന് അസ്വസ്ഥത തോന്നുന്നതിന്റെ കാരണം പരിശുദ്ധ പിതാവ് നമ്മൾ വിളിക്കുന്നു, അല്ലെ? അതൊക്കെ അതിന്റെ പ്രശ്നം. പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നു, എല്ലാവരും അത്രയും ആദരിക്കുന്നു, അങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്നു, സ്വയം മേന്മ ഭാവിക്കുന്നു എന്നൊക്കെയാണ് കരുതുന്നത്. നമ്മൾ ഒന്നാമത് ഓർക്കേണ്ട കാര്യം, ആ വാക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറയാവേ. എന്തുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നത്? പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നത്, പരിശുദ്ധ പിതാവ് എന്ന് ഒരാളെ വിളിക്കാൻ പറ്റുമോ? ദൈവം മാത്രമല്ല പരിശുദ്ധനായിട്ടുള്ളത്, അല്ലെ? എന്താണ് അതിന്റെ അർത്ഥം? നോക്കുക, ഈ മാർപ്പാപ്പ മരിക്കുന്നു എന്ന് കരുതുക. മരിച്ചിട്ട് പാപ്പായെ കാനൈസ് ചെയ്യുന്നു. ഏതെങ്കിലും മാർപ്പാപ്പ മരിക്കുന്നു, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിച്ചു, കാനൈസ്. ഇപ്പൊ നമ്മൾ മാർപ്പാപ്പയെ വിളിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ജീവിച്ചിരുന്ന് വിളിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധ പിതാവ് എന്നാണ്. ഇതെന്താ അങ്ങനെ? മരിച്ചു കഴിഞ്ഞിട്ട് വിശുദ്ധനായി കഴിയുമ്പോൾ അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് വിളിക്കുകയും ജീവിച്ചിരിക്കെ മാർപ്പാപ്പയായിരിക്കെ പരിശുദ്ധൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു, അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അത് ആളുടെ വിശുദ്ധി അളന്നിട്ടല്ല പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്നത്. പകരം എന്താണ് അതിന്റെ അർത്ഥം? ഒന്നാമത്തെ അർത്ഥം എക്ലേസിയോളജിക്കലാണ്. മാർപ്പാപ്പ തിരുസഭയുടെ ഐക്യത്തിന്റെ അടയാളമാണ്. തിരുസഭയുടെ അടയാളമാണ് മാർപ്പാപ്പ. തിരുസഭയുടെ അടയാളമാണ് മാർപ്പാപ്പ എന്ന് വെച്ചാൽ മാർപ്പാപ്പയുടെ വാക്കുകൾ തിരുസഭയുടെ വാക്കുകളാണ്. ഹി ഇൻ ഹിസ് വെരി പേഴ്സൺ സിംബലൈസസ് ദ ചർച്ച്, യൂണിറ്റി ഓഫ് ദ ചർച്ച് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തിരുസഭയെ വിളിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭ എന്നാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രതീകമായിരിക്കുന്ന ആളെ തിരുസഭയുടെ ടൈറ്റിൽ ഉപയോഗിച്ച് വിളിക്കുന്നതാണ് പരിശുദ്ധ പിതാവ്. അല്ലാതെ മാർപ്പാപ്പയായ അദ്ദേഹത്തിന്റെ വിശുദ്ധി അളന്ന് നോക്കിയിട്ട് എത്ര പാപം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വിളിക്കുന്നതല്ല, അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് വിളിക്കുന്ന പേരാണ് പരിശുദ്ധ. രണ്ടാമത്തേത്, ഈ മാർപ്പാപ്പ ആരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? ആരുടെ പ്രതിനിധിയാണ്? മിശിഹായുടെ പ്രതിനിധിയാണ്. ക്രിസ്തുവിൻ വികാരിയാണ്, മിശിഹായുടെ വികാരിയാണ്. മിശിഹ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന കാരണത്താൽ ഈ വ്യക്തി ലയോ 14 എന്ന ആ വ്യക്തി ആരുടെ സ്ഥാനത്താണോ നിൽക്കുന്നത് ആ സ്ഥാനത്തിന്റെ ടൈറ്റിൽ ഉപയോഗിച്ച് വിളിക്കുന്നു എന്ന് മാത്രം. എന്ന് വെച്ചാൽ ഒരാൾ പ്രധാനമന്ത്രി ആകുമ്പോൾ ആ ആളെ അഭിസംബോധന ചെയ്യേണ്ടത് ആ പ്രധാനമന്ത്രി സ്ഥാനത്തിന്റെ പേരിലാണ്, അല്ലെ? ആളുടെ പണ്ടത്തെ പേരിലല്ലല്ലോ. എന്ന പോലെ പരിശുദ്ധനായവന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ പരിശുദ്ധ പിതാവെന്ന് വിളിക്കും. അത് പാപ്പ തന്റെ പരിശുദ്ധി അളന്നിട്ട് നാട്ടുകാരോട് പ്രഖ്യാപിച്ചിട്ട് സ്വയം ഏറ്റെടുക്കുന്നതല്ല, അത് നമ്മൾ വിളിക്കുന്നതാണ്. ഇനി പാപ്പ ധരിക്കുന്ന വസ്ത്രങ്ങളോ അത് സ്വയം മേന്മഭാവിക്കലൊന്നുമല്ല, അത് സഭയുടെ ആഢ്യത്വത്തെ തന്റെ മേൽ എളിമയോടുകൂടി അവതരിപ്പിക്കുന്നതാണ്. സഭയുടെ പാരമ്പര്യത്തെ, സഭയുടെ സ്ഥാനത്തെ, അതായത് ആരാധനാ സമൂഹമായിരിക്കുന്ന സഭയുടെ ആരാധകനാകുന്ന മിശിഹായുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. സ്വർഗീയ മഹത്വത്തിലുള്ള മിശിഹായുടെ സ്ഥാനത്താണ് അദ്ദേഹം കാണപ്പെടേണ്ടത്. സ്വർഗീയ മഹത്വത്തിലുള്ള മിശിഹായുടെ സ്ഥാനത്താണ് കാണപ്പെടേണ്ടത്. കാരണം ആരാധനാ ഗാത്രത്തിന്റെ തലവനാണ് മാർപ്പാപ്പ. അപ്പം സ്വർഗീയ ആരാധനയുള്ള നമ്മൾ രാജാതിരാജനായ ഈശോയുടെ പടങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്? അത് വരയ്ക്കുന്ന കിരീടമൊക്കെ വെച്ച് അങ്ങനെ വരയ്ക്കും, അല്ലെ? ഉദ്ധിതനായ മിശിഹായെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഉദ്ധിതനായ മിശിഹായുടെ ശരീരമാകുന്ന സഭയുടെ അടയാളമായിരിക്കുന്ന മനുഷ്യൻ ഉദ്ധിതനായ മിശിഹായുടെ രാജകീയ പ്രഭാവത്തിൽ കാണപ്പെടുന്നത് പ്രതീകാത്മകമാണ്, അത് യുഗാന്ത്യോന്മുഖമാണ്. അതിനെ മാർപ്പാപ്പ തന്നെയും കുറച്ചിലായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നാണക്കേടായിരിക്കും, അല്ല അങ്ങനെയൊക്കെ പറയാം. പക്ഷെ പാപ്പ അതിനെ ഇടുന്നതിന്റെ അഭിമാനം എന്താണെന്നറിയാമോ? അത് സഭയുടെ അഭിമാനമാണ്. അതുകൊണ്ടാണ് പാപ്പ ഇട്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇനി അതിന്റെ സ്വർണ്ണമോ വെള്ളിയൊന്നും അല്ല. പലപ്പോഴും നമ്മുടെ പല ആളുകളുടെയും പ്രശ്നം ഭയങ്കര കഷ്ടമാണ്. അതായത് മാർപ്പാപ്പ ആരാണ് എന്നതിനേക്കാളും മാർപ്പാപ്പ എന്ത് ധരിച്ചു എന്നുള്ളതൊക്കെ ഇവരുടെ വിഷയം.
മാർപ്പാപ്പയുടെ പ്രബോധനം എന്താണ്, മാർപ്പാപ്പയുടെ ക്വാളിറ്റി എന്താണ്, പാപ്പയുടെ പ്രബോധനവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണ് എന്നതിനേക്കാളും പാപ്പ കയ്യിൽ ബാഗ് പിടിച്ചോ, ബാഗ് പിടിക്കാണ്ട് പോയോ, ചെറിയ വണ്ടിക്കകത്തിരുന്നോ, വലിയ വണ്ടിക്കകത്തിരുന്നോ, ഇട്ടത് സ്വർണ്ണക്കുരിശാണോ വെള്ളിക്കുരിശാണോ എന്നൊക്കെ ചിന്തിക്കും. പരിശുദ്ധ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് മാർപ്പാപ്പയ്ക്ക് വേണമെങ്കിൽ മാർപ്പാപ്പയുടെ വലിപ്പമുള്ള സ്വർണ്ണക്കുരിശ് ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. നത്തിങ് മാറ്റേഴ്സ്, ഒന്നുമല്ലത്. ഇനി അത് മാർപ്പാപ്പയുടെ കഴുത്തിൽ കടന്നാലും കഴുത്തിൽ കടന്നില്ലായാലും പെട്ടിയിലിരുന്നാലും ഇതൊന്നും മാർപ്പാപ്പയുടെ അന്തരംഗത്തെ ടച്ച് ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ എന്താണത്? ഹോളി കാത്തലിക് ചർച്ചിന്റെ ഡിഗ്നിറ്റി മാർപ്പാപ്പയിൽ സൂചിപ്പിക്കപ്പെടും. അത് ഉചിതമാണ്. അത് മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പ ലാളിത്യം എന്ന പുണ്യത്തെ തന്റെ ശരീരത്തിൽ അടയാളപ്പെടുത്തി ശ്രമിച്ചു. ഇത് രണ്ടും ഒരുപോലെയാണ്. ഒരുപക്ഷെ കുറച്ചുകൂടെ പ്രധാനപ്പെട്ടത് സഭയുടെ സ്വർഗീയ മഹത്വത്തെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. അതിന്റെ സമ്പന്നതയെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത്, അത് ആധ്യാത്മിക സമ്പന്നതയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു സ്വർണ്ണ കാസ് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താ? അതിനകത്ത് തിരുരക്തമാണുള്ളത്, അല്ലേ? സ്വർണ്ണക്കാസ ചിരട്ടോണ്ട് ഉണ്ടാക്കിയ പോലെ ലാളിത്യം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അതിന് പ്രതീകാത്മകമായ എന്ന് പറഞ്ഞാൽ അത് സംവഹിക്കുന്നവന്റെ മഹത്വത്തിന് എന്തിനാണ് സോളമൻ കൊട്ടാരം പോലെ ദേവാലയം പണിത്? കാരണം അതിൽ വസിക്കുന്നവന്റെ മഹത്വമാണ്. അതിൽ വസിക്കുന്നവന്റെ മഹത്വം നമ്മൾ അതിന്റെ പുറംപോടിയിൽ ചെറുതായി കാണിക്കരുത് എന്നർത്ഥം അതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചുമ്മാ പെന്തക്കോസ്തക്കാരുടെ ബാലിശമായ വിചാരങ്ങളാണ്. അതൊക്കെ കുറെ നമ്മുടെ ആളുകളുടെ ഇടയിലും കയറി വരികയും, മാർപ്പാപ്പ ബാഗ് പിടിച്ചില്ലെങ്കിൽ സങ്കടം, മാർപ്പാപ്പ സ്വർണ്ണക്കുരിശ് ഇട്ടാ വലിയ ദുഃഖം, വെള്ളിക്കുരിശാണെങ്കിൽ പാവം. ഇതൊന്നും അല്ലല്ലോ മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ സ്ഥാനവും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അടയാളങ്ങളും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും ഒക്കെയല്ലേ നമ്മൾ കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്നങ്ങ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ചോദ്യങ്ങൾ 5 പേരുടെയും കൂടി ഉണ്ട്. ഈ ചോദ്യങ്ങളൊന്നും മറന്നു പോകരുത്. അടുത്ത പ്രാവശ്യം ആദ്യം ഇവർക്ക് ചോദിക്കാനുള്ള അവസരം ഇവരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്കിനി ഈ ചോദ്യങ്ങൾ തന്നെയാണല്ലോ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം, അല്ലേ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, അങ്ങയുടെ വലിയ സ്നേഹവും അങ്ങയുടെ അധികാരവും ഞങ്ങൾ ഓർക്കുന്നു. ദൈവിക രഹസ്യങ്ങളുടെ ആഴങ്ങൾ കർത്താവെ അങ്ങയുടെ പക്കലാണ് ഉള്ളത്. അവിടുന്ന് തന്നെയാണ് മനുഷ്യന്റെ ഹൃദയത്തിനും മനസ്സിനും ബുദ്ധിക്കും അഗ്രാഹ്യമായ വിധത്തിൽ സംസാരിക്കുന്നവൻ. ആർക്കും അടയ്ക്കാൻ കഴിയാത്തതുപോലെ അടയ്ക്കുന്നവനും, ആർക്കും തുറക്കാൻ കഴിയാത്തതുപോലെ അടയ്ക്കുന്നവനും, ആർക്കും അടയ്ക്കാൻ കഴിയാത്തതുപോലെ തുറക്കുന്നവനും എന്ന് ദൈവത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു. കർത്താവെ, ആഴമുള്ള ദൈവീക രഹസ്യങ്ങൾ ഞങ്ങളുടെ ദുർബലമായ നിസ്സാരമായ ഹൃദയങ്ങൾക്ക് മുൻപിൽ അവിടുന്ന് തുറക്കണമേ. അതുവഴി ഞങ്ങളുടെ ആത്മാവ് ആനന്ദിക്കുകയും ദൈവിക ജ്ഞാനത്തിൽ സന്തോഷിക്കുകയും ചെയ്യട്ടെ. അത് നിത്യജീവിതത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഞങ്ങൾക്ക് പ്രേരകമായി തീരട്ടെ. സുവിശേഷത്തിന്റെ അന്തസ്സത്തെയും മൂല്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് സഹായവുമാകട്ടെ. കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.